أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون ജ്യേഷ്ഠാനികന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഇതര മതവിശ്വാസങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്ന മാന്യരായ ഈ നാട്ടിലെ ജ്യേഷ്ഠാനികന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ അങ്ങിമിങ്ങുമായി കേരളത്തിന് പുറത്ത് മലയാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ, വിദേശങ്ങളിൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ ജലപ്രളയം നമ്മുടെ നാട്ടിൽ ഉണ്ടായതിനെ തുടർന്ന് ഒരു വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം നമ്മുടെ നാട് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകമായ ചില വിഷയങ്ങളെ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഒരു തലക്കെട്ട് ഉയർത്തിപ്പിടിച്ചു: മുന്നറിയിപ്പുകളെ കരുതിയിരിക്കുക. മനുഷ്യലോകത്തോടാണ് സർവശക്തനായ അള്ളാഹുവിന് മുന്നറിയിപ്പുകൾ നൽകാനുള്ളത്. ജന്തുലോകങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട്, പ്രാണികളെ ഉദ്ദേശിച്ചുകൊണ്ട്, പാറ്റകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നാഥനായ, ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു ഭൂമിയിലേക്ക് പരീക്ഷണങ്ങളെ തൊടുത്തു വിടുന്നില്ല എന്നത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമെല്ലാം വിശ്വസിക്കുന്ന കാര്യമാണ്. മുസ്ലിങ്ങൾ, അമുസ്ലിങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ദൈവവിശ്വാസികളായി അറിയപ്പെടുന്നവരാണ് ലോകത്ത് മഹാഭൂരിപക്ഷം. ആ മഹാഭൂരിപക്ഷം എന്ന വാക്കിനെ ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ വളരെ തുച്ഛമായ ചെറിയ ശതമാനം മാത്രമാണ് ദൈവവിശ്വാസമില്ലാത്തവരായി ലോകത്തുള്ളത്. ബാക്കി മുഴുവൻ മനുഷ്യരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിന് ദൈവത്തിന്റെ സാക്ഷാൽ പേരാകുന്ന അല്ലാഹ്, സാക്ഷാൽ ആരാധ്യൻ എന്ന പദമാണ് മുസ്ലിം ലോകം പ്രയോഗിക്കുന്നത്. അത് ആപ്റ്റായ പ്രയോഗമാണ്, ഏറ്റവും യോജിച്ച പ്രയോഗമാണ്.
അർത്ഥവത്തായ പ്രയോഗമാണ്. ആരാധനക്കർഹനായി മാനവകുലത്തിന്റെ മുമ്പിൽ ഏകനായ ഒരു സ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചരക്ഷിതാവായ ആ അല്ലാഹുവിന്റെ, ഈ പ്രപഞ്ചനാഥന്റെ, രക്ഷിതാവിന്റെ താക്കീതുകളെ, കൽപ്പനകളെ, അവന്റെ പ്രവചനങ്ങളെ, അവന്റെ മുന്നറിയിപ്പുകളെ കരുതിയിരിക്കണം എന്നത് ലോകരക്ഷിതാവായ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ മാനവകുലത്തിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലേക്ക് മനുഷ്യലോകം ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കി പിറകോട്ട് പോയാൽ, ഏറെ വിശദീകരിച്ച് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളുമെല്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള ആദ് സമുദായത്തിന്റെ കഥ, സമൂദ് ഗോത്രത്തിന്റെ കഥ, പ്രവാചകന്മാർ നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ, അവർ കൊടുത്തിരിക്കുന്ന താക്കീതുകൾ, അവരോട് പ്രവാചകൻ നേരിട്ട സമൂഹം തിരിച്ചു പ്രതികരിച്ച രീതി, അവസാനം അവരെ ഭൂമിയിൽ നിന്ന് ജീവിച്ച് അവർ വളർന്നു വലുതായ നാട്ടിൽ നിന്ന് അവരെ ഉന്മൂലനം ചെയ്യുന്ന സംവിധാനങ്ങളെ കുറിച്ച് അവസാനത്തെ വേദപതിപ്പാകുന്ന പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ ലോകത്ത് ജലപ്രളയം കടന്നു വന്നത്, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടായത്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായത്, പ്രിയപ്പെട്ടവരെ ഭൂമിയുടെ പ്ലേറ്റ് നീങ്ങുന്നത് എന്തിനാണ്? ശാസ്ത്രത്തിന് കുറെ കാരണങ്ങൾ പറയാനുണ്ട്. ശാസ്ത്രലോകം ഈ സമൂഹത്തിന്റെ മുമ്പാകെ ഒട്ടനവധി കാരണങ്ങളും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഇതുപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്നതിനുള്ള മുന്നറിയിപ്പുകളുമൊക്കെ ശാസ്ത്രലോകത്തിന് പറയാനുണ്ട്. അത് പറയുമ്പോ ലോക പോലീസായി അറിയപ്പെടുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്ത് അതിശക്തമായ 4 ദിവസം നീണ്ടുനിന്ന ഒരു കാറ്റിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വർഷം ലോകം ചർച്ച ചെയ്തത്. ഞങ്ങളാണ് ലോക പോലീസ്, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകളെ ലോകത്തിന് സമ്മാനിക്കാനാകുമെന്ന് സ്വയം വിശ്വസിക്കുന്ന രാജ്യം, ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ചില പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നത്. അന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ല എന്നതാണ്. അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ് ശാസ്ത്ര രംഗത്ത് പുരോഗതിയുടെ ഉത്തുംഗതയിൽ കയറി നിൽക്കുന്ന അമേരിക്ക പോലും ലോകത്തോട് പറയുന്നു ഞങ്ങൾക്കിത് മുൻകൂട്ടി വായിക്കാൻ കഴിഞ്ഞില്ല എന്ന്. എങ്കിൽ ശാസ്ത്രരംഗത്തും ടെക്നോളജിയുടെ രംഗത്തും അത്ര കണ്ട് പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത മറ്റു രാജ്യങ്ങൾ, മറ്റുള്ള മനുഷ്യർ എന്തിനെ അവലംബിച്ചു നിൽക്കും, എന്തിനെ കേന്ദ്രീകരിച്ചു നിൽക്കും, ഏതിൽ വിശ്വസിച്ചു നിൽക്കും? ഇവിടെയൊക്കെ ഇസ്ലാമിന് ചില മറുപടികൾ പറയാനുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതമാകുന്ന മനുഷ്യനിർമ്മിതമല്ലാത്ത മതത്തിന്, യുക്തിഭദ്രമായ മതത്തിന്, പ്രകൃതി നീതിനിഷ്ഠമായ മതത്തിന് ചില കാര്യങ്ങൾ ലോകത്തോട് പറയാനുണ്ട്. ലോകരക്ഷിതാവായ അല്ലാഹു തആല മനുഷ്യന്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന ചില മുന്നറിയിപ്പുകളെ ഈ ഘട്ടത്തിലെങ്കിലും മനുഷ്യലോകം വായിക്കണം, മനസ്സിലാക്കണമെന്ന നിലക്കാണ് ഈ ഒരു തലക്കെട്ട് സമൂഹത്തിന്റെ മുമ്പാകെ ഉയർത്തിപ്പിടിക്കുന്നത്. ആ തലക്കെട്ട് നിങ്ങൾ എന്റെ സംസാരത്തിന്റെ വരികൾക്കിടയിലൂടെ, എന്റെ വാക്കുകൾക്കിടയിലൂടെ ഞാൻ എത്തിപ്പെടാത്ത മേഖലയിലേക്ക് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ചിന്താ ചലനങ്ങളും കൊണ്ടുപോയി ഈ വാക്കുകൾക്കും വരികൾക്കും ഇടയിലൂടെ വിഷയത്തിന്റെ അഗാധതയിലേക്ക് നിങ്ങൾ പോകണം, ചിന്തിക്കണം, പഠിക്കണം, ആത്മവിചിന്തനം ചെയ്യണമെന്നാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ലോകം അനുഭവങ്ങളെ കൊണ്ട് പഠിക്കുന്നില്ല. ഉണ്ടോ? കഴിഞ്ഞുപോയ 10 പതിറ്റാണ്ട് മുമ്പ് സുനാമി എന്ന് പറയുന്ന മനുഷ്യനെ വിറപ്പിച്ചു നിർത്തിയ ഭീകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലൂടെ കടന്നുപോയി. എത്ര ആളുകൾ പാഠം ഉൾക്കൊണ്ടു, എത്ര ആളുകൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ആത്മവിചിന്തനത്തിന്, ആത്മവിചാരണക്ക് തയ്യാറായി, ഒരു ആത്മശുദ്ധീകരണത്തിന് തയ്യാറായവർ എത്ര ശതമാനം ഉണ്ടാകും? ആർത്തിരമ്പി വരുന്ന തിരമാലകൾ മനുഷ്യരെയാണ് ലക്ഷ്യം വെച്ചത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം.
ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായി. ഗുജറാത്ത് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകമായ പ്രദേശത്ത് ഭൂകമ്പമുണ്ടായപ്പോ അവിടെ 2 ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. അതിന്റെ രാത്രി തലേ ദിവസം എന്തായിരുന്നു ആഘോഷങ്ങൾ? ഒന്ന്, മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന മനുഷ്യലോകം ഒരു മരണപ്പെട്ട മനുഷ്യന്റെ ഖബറുമായി ബന്ധപ്പെട്ട് നീണ്ട നേർച്ചയുടെ ഉത്സവത്തിന്റെ ഒരു ആഘോഷത്തിമിർപ്പിലായിരുന്നു. അവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവർ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് രാത്രി 12 മണി വരെ മുസ്ലിങ്ങളും ഹിന്ദുക്കളായ മുസ്ലിങ്ങളും രാത്രി 12 മണി വരെ, രാത്രി 12:30 വരെ അവരെല്ലാവരും വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് പിറ്റേ ദിവസം പത്രങ്ങളും ചാനലുകളും രേഖപ്പെടുത്തിയ ഒരു വരി ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് നിങ്ങളുടെ മുമ്പാകെ പറയട്ടെ. എന്താണ് 12 മണിക്കും 12:30 രാത്രി മിഡ് നൈറ്റ് സമയത്ത്, അർദ്ധരാത്രി സമയത്ത് ഈ നാക്കാലികൾ എന്താ റോഡിലൂടെ ഓടിപ്പോകുന്നത്? ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്ന ഹിന്ദുക്കള്, ജാറോത്സവം കഴിഞ്ഞ് മടങ്ങുന്ന മുസ്ലിങ്ങള് അവർ പറയുകയാണ്, എന്താണ് രാത്രി 12 മണിക്ക് നാക്കാലികൾ റോഡിലൂടെ പോകുന്നത്? കൂട്ടത്തിലുള്ള ആളുകൾ ആൻസർ പറയുന്നു. എന്തായിരുന്നു ആൻസർ? അവർ പറഞ്ഞു, ഉത്തരം അവർ പറയാണ്, എന്നും പോകുന്നുണ്ടാവും. നമ്മൾ ഇന്ന് നേരം വൈകിയത് കൊണ്ട് നമ്മൾ ഇങ്ങനെ കാണുന്നതാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇങ്ങനെ പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഇന്നലെ ഈ സമയത്ത് പോകാത്തത് കൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല. അല്ല, നാക്കാലികളെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഹൈന്ദവരെ, മഞ്ചേരിയിൽ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരെ, ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് അത് ഏത് പേരിട്ട് വിളിച്ചാലും, വിരാട് പുരുഷൻ എന്ന് വിളിച്ചാലും, ദൈവം തമ്പുരാൻ എന്ന് വിളിച്ചാലും, ഗോഡ് എന്ന് വിളിച്ചാലും, സാക്ഷാൽ പേരാകുന്ന അള്ളാഹ് എന്ന് പേരിട്ട് വിളിച്ചാലും, അവൻ ആ മഹാശക്തിയുണ്ടല്ലോ, അവൻ നാക്കാലികളെ, മിണ്ടാപ്രാണികളെ, വകതിരിവില്ലാത്ത ജന്തുജാലങ്ങളെ ഒരു പരീക്ഷണമടിച്ച് കൊന്നുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കെട്ടിയിടപ്പെടാത്ത നാക്കാലികൾ, ആടുമാടുകൾ ആ രാത്രി 12 മണിക്ക് രക്ഷപ്പെടുകയായിരുന്നു. രാത്രി 12 മണിക്ക് രക്ഷപ്പെടുകയായിരുന്നു. അവർക്ക് ചില സൂചനകൾ വരാനിരിക്കുന്ന, അപ്പോൾ നടക്കാനിരിക്കുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച്, ഭൂചലനങ്ങളെ കുറിച്ച്, പ്രകൃതിയുടെ ചില മാറ്റങ്ങളെ കുറിച്ച് ജന്തുലോകത്തിന് പ്രപഞ്ചത്തിന്റെ നാഥൻ ചില മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രലോകം എഴുതി വെച്ചത്. നാക്കാലികളും പ്രായമുള്ള മനുഷ്യരും കൊച്ചു കൊച്ചു കുട്ടികളും ഈ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ എന്നോ ഈ നാടിനെ നശിപ്പിച്ച് കളയുമായിരുന്നുവെന്ന് ആരാ പറഞ്ഞത്? പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു തആല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അറിയിച്ച് സംസാരിച്ച വാക്കാണത്. പാവപ്പെട്ട വയസ്സന്മാരായ, വൃദ്ധന്മാരായ, പാവപ്പെട്ട നമ്മുടെ ഉപ്പാപ്പമാർ, വൃദ്ധകളായ നമ്മുടെ അമ്മൂമ്മമാർ, അതുപോലെ പാവപ്പെട്ട കൊച്ചുകുട്ടികൾ, നാക്കാലികൾ, ആടുമാടുകൾ ഈ നാട്ടിൽ ധാരാളമുള്ളത് കൊണ്ടാണ് ദുഷ്ടത കാണിക്കുന്ന യുവാക്കളെ കണ്ടിട്ടും, അക്രമം കാണിക്കുന്ന യുവതികളെ കണ്ടിട്ടും, വൃത്തികേടിൽ അരങ്ങ് തകർക്കുന്ന യുവാക്കളെയും യുവതികളെയും കണ്ടിട്ടും അള്ളാഹുവിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, ലോകത്തിന്റെ രക്ഷിതാവിന് ആ നാടിനെ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. നശിപ്പിക്കാതെ നിർത്തുന്നത്, ഉന്മൂലനം ചെയ്യാതെ നിർത്തുന്നത്, ആ രാജ്യത്തെ തകിടം മറിക്കാതെ നിർത്തുന്നത് ഈ പാവപ്പെട്ട വൃദ്ധന്മാരെ, അമ്മൂമ്മമാരെ, അപ്പൂപ്പമാരെ, പാവപ്പെട്ട കുട്ടികളെ, നക്കാലികളെ, അതെ അവരെ വിചാരിച്ചുകൊണ്ടാണ് എന്ന് പ്രപഞ്ചത്തിന്റെ നാഥൻ ലോകത്തെ അറിയിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ പാഠം ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, 1-2 ഉദാഹരണങ്ങൾ ഈ നാടിന്റെ പരിസരത്ത് തന്നെ ഞാനും നിങ്ങൾ കേട്ടത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. എന്താണ് ഉണ്ടായത്? ഞാനും നിങ്ങൾ ഓർക്കുന്നുണ്ട്. മൂത്താപ്പ തന്റെ അനുജന്റെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എല്ലാം വാങ്ങിക്കൊടുക്കുകയാണ്. ഐസ്ക്രീം വേണമെങ്കിൽ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുകയാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുക്കുകയാണ്. അതിന്റെ പശ്ചാത്തലങ്ങളോ അതിന്റെ കാരണങ്ങളോ ഒന്നും ഞാൻ ചർച്ചാ വിഷയമാക്കുന്നില്ല. പാലത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ നിർത്തുമ്പോ ഇരുട്ട് വരുന്ന സമയത്ത് എന്റെ മുത്താപ്പ ഈ നദി കൊണ്ട് കാണിച്ചു തരുന്നതിന്റെ അർത്ഥം മനസ്സിലാകാത്ത, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി മുത്താപ്പയോട് ചോദിക്കുന്നു, മുത്താപ്പ ഇരുട്ടായില്ലേ, പോവണ്ടേ നമുക്ക് പോവാമെന്ന് പറഞ്ഞ്
ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് പാലത്തിന്റെ മുകളിൽ നിന്ന് അനുജന്റെ മകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ചോരയെപ്പോലെ തന്റെ മകനെ പോലെ കാണേണ്ട കുഞ്ഞിനെ ഒന്നും അറിയാത്ത പാവപ്പെട്ട നിഷ്കളങ്കനായ നിഷ്കാപ്പറ്റ്യനായ കുഞ്ഞിനെ എടുത്ത് പാലത്തിൽ നിന്ന് മുകളിൽ നിന്ന് നദിയിലേക്ക് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അല്ലേ അവിടെ വെച്ച് ആ കുട്ടി വെള്ളത്തിൽ ഒരു തവണ മുങ്ങി ഉയർന്നു വന്നപ്പോ നീട്ടി വിളിച്ചിട്ടുണ്ടാകും, മുത്താപ്പാ നിങ്ങളെ കയ്യിൽ നിന്ന് വീണുപോയതാണോ? ചോദിച്ചിട്ടുണ്ടാകും ആ കുഞ്ഞ്. ഈ വാർത്ത കണ്ട ഏതൊരു മനുഷ്യന്റെ മനസ്സും ചോദിച്ചിട്ടുണ്ടാകും, എങ്ങനെ ഇങ്ങനെ മനുഷ്യർക്കാവാൻ കഴിയും? ഉത്തരം ഖുർആൻ പറയുന്നുണ്ട്. രണ്ടുത്തരങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് തെന്നി മാറി വൈകൃതങ്ങളുടെ ലോകത്തിലേക്ക്, സാത്താനിന്റെ ലോകത്തിലേക്ക്, പിശാചിന്റെ ലോകത്തേക്ക്, മാസ്മരികതയുടെ ലോകത്തിലേക്ക്, അതേ ഈ ലോകത്ത് പലതും നേടിയെടുക്കുവാനുള്ള ചിന്തയുടെ ലോകത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവനെ പിന്നെ നയിക്കുന്നത് ദീനീ ബോധമല്ല, അവനെ പിന്നെ നയിക്കുന്നത് പരിശുദ്ധ ഖുർആനല്ല, അവനെ പിന്നെ നയിക്കുന്നത് പ്രവാചകന്റെ വചനാമൃതങ്ങളല്ല, അള്ളാഹുവിന്റെ വചനാമൃതങ്ങളല്ല, ധാർമ്മിക ബോധങ്ങളല്ല. അവനെ പിന്നെ വഴികാട്ടിയായി, അവന്റെ കൂടെ കരീനായി, അവന്റെ കൂടെ വഴികാട്ടിയായി നിൽക്കുന്നത്, അവന്റെ ആത്മസുഹൃത്തായി നിൽക്കുന്നത് മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാചാണ്. ഇന്ന ശൈത്താന, നിശ്ചയമായും പിശാചുണ്ടല്ലോ, അവനാരാ? നിങ്ങളുടെ ശത്രുവാണ്. ആ ശത്രുവിനെ അവനെ നിങ്ങൾ ശത്രുവായി പ്രഖ്യാപിക്കണം, കാണണമെന്ന് ഖുർആൻ ഒരു പ്രത്യേക സ്ഥലത്ത് പരാമർശിക്കുകയാണ്. അവിടേക്ക് നെട്ടിപ്പറത്തി പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവന്റെ ശത്രു, മനുഷ്യന്റെ ശത്രു പിശാചാണ്. ആ പിശാച് മനുഷ്യന്റെ ആത്മമിത്രമായി മാറിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നത്, ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു എന്നത് എനിക്ക് പ്രശ്നമേയല്ല. എന്റെ ചോരയിൽ പിറന്നവനെ കടുത്തു ധരിച്ചു കൊല്ലാൻ എനിക്കതൊരു പ്രശ്നമായി തോന്നുന്നില്ല. കാമുകന് വേണ്ടി സ്വന്തം ഭർത്താവിനെ, അതിലൂടെ ജനിച്ച മക്കളുടെ അടുക്കൽ വരാന്തയിൽ കിടന്നുറങ്ങുമ്പോ ആ ഭർത്താവിന്റെ തലക്കടിച്ചു കൊല്ലാൻ കാമുകനെ ഗൾഫിൽ നിന്ന് വിളിച്ചു വരുത്തി, കാമുകന്റെ ഇഷ്ടത്തിന് വേണ്ടി, അവളുടെ ഇംഗിതത്തിന് വേണ്ടി. ശ്രദ്ധിച്ചില്ലേ നിങ്ങള്? ഭർത്താവിന്റെ തലക്കടിച്ചു കൊല്ലാൻ പകൽ സമയത്ത് ആ വീടിന്റെ പിറകുവശത്ത് പോയി നല്ലൊരു മുട്ടിക്കട്ടം റെഡിയാക്കി കൊണ്ടുവന്നു വെച്ചു. പക്ഷേ കാമുകൻ ആ വടി ആവശ്യമുണ്ടായിരുന്നില്ല. കാമുകൻ തന്നെ വേറെ വടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വടി കൊണ്ട് കാമുകൻ ഈ പെണ്ണിന്റെ ഭർത്താവായി, ഈ പെണ്ണിന്റെ കുട്ടിയുടെ ഉപ്പയായി, വരാന്തയിൽ കുട്ടിയുടെ കൂടെ കിടന്നുറങ്ങുന്ന ഉറക്കത്തിലകപ്പെട്ട ഭർത്താവിനെ കാണിച്ചു കൊടുത്ത് തലക്ക് കാമുകൻ നാഞ്ഞടിച്ച് ഓടി രക്ഷപ്പെടുമ്പോ ഫോൺ ചെയ്യുകയാണ്. ഇവന്റെ കൂടെ രാപ്പകൽ പങ്കിട്ടവൾ, ഇവന്റെ കൂടെ അവളുടെ ഇഷ്ടത്തിനും അവന്റെ ഇഷ്ടത്തിനും നിന്നുകൊടുത്തവൾ, അല്ലേ? ശരീരത്തിലൊരു കാക്കാപ്പുള്ളി പോലും നോക്കിക്കാണാൻ അധികാരമുള്ളവനായി തന്റെ ശരീരം ആ മനുഷ്യന്റെ മുമ്പിൽ വകവെച്ചു കൊടുത്തവൾ ആ കാമുകനോട് വിളിച്ചു പറയുകയാണ്, ഞരക്കമുണ്ട്, മൂളലുണ്ട്, അയാൾ മരിച്ചിട്ടില്ല. കാമുകന്റെ മറുപടി, കത്തിയെടുത്ത് മുറിക്കൂ, കത്തിയെടുത്ത് മുറിക്കൂ, എനിക്കിനി തിരിച്ചു വരാൻ കഴിയില്ല. കാമുകന്റെ ഫോൺ കോൾ കേട്ട് അടുക്കളയിൽ സൂക്ഷിച്ചു വെച്ച മൂർച്ചയുള്ള കത്തിയെടുത്ത് ആ ഭർത്താവിന്റെ കഴുത്ത് മുറിച്ചു മാറ്റാൻ എങ്ങനെ സാധിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം എന്താ ഉത്തരം? ഹൈന്ദവരെ, ക്രൈസ്തവരെ, മുസ്ലിങ്ങളെ, ഇതിന് ഖുർആൻ പറയുന്ന ഉത്തരമുണ്ട്. വൃത്തികേടിന്റെ ലോകത്തിലേക്ക്, വ്യഭിചാരം വൃത്തികേടിന്റെ ലോകമാണ്, ബലാത്സംഗം വൃത്തികേടിന്റെ ലോകമാണ്, ചൂതാട്ടം വൃത്തികേടിന്റെ ലോകമാണ്, അവിടെ പ്രശ്നമുണ്ടാകും. മദ്യം വൃത്തികേടിന്റെ ലോകമാണ്, അത് തിന്മയുടെ മാതാവാണ്, അവിടെ പ്രശ്നമുണ്ടാകും. അത് ഞരമ്പുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ മാതാവ് എന്നത് പ്രശ്നമാകുന്നില്ല, പെങ്ങള് എന്നത് പ്രശ്നമാകുന്നില്ല, അതിര് വിട്ട് കിടക്കുമ്പോ ആരും ഒരു പ്രശ്നമാകുന്നില്ല. സർവ്വത്തിന്മകളുടെയും പിറകിൽ കേട്ടോളൂ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, സർവ്വത്തിന്മകളുടെയും പിറകിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാരാ? എന്നെയും നിങ്ങളെയും നരകത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന മനുഷ്യർക്കിടയിൽ സർവ്വരഞ്ജിപ്പിന്റെയും സർവ്വ നന്മകളുടെയും സർവ്വസീമകളെയും
സകലതയും വെട്ടിമുറിച്ച് മാറ്റി എന്നെയും നിങ്ങളെയും പരസ്പരം തല്ലുന്നവരാക്കി മാറ്റാൻ, കോപം വർദ്ധിപ്പിക്കുവാൻ, ശത്രുത വർദ്ധിപ്പിക്കുവാൻ പണിയെടുക്കുന്ന ഒരു ചങ്ങാതിയുണ്ട്. അവനാണ് സാത്താൻ. അവന്റെ മക്കളാണ് പിശാചുക്കൾ എന്നറിയപ്പെടുന്നത്. അവരാണ് നിങ്ങളുടെ മിത്രമായി മാറുന്നത്. ഇത് ഖുർആനിന്റെ പ്രയോഗമാണ്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണ്. അതുകൊണ്ട് തിന്മയിലേക്ക് പോകരുതെന്ന് പറഞ്ഞു, വ്യഭിചാരത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു. വ്യഭിചരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞില്ല. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെയോ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അതിന് ഫോൺ കോൾ ആയിരിക്കും കാരണം, അതിന് ചിലപ്പോ കണ്ടുമുട്ടലുകളായിരിക്കും കാരണം, ഒരേ ബസ്സിലുള്ള യാത്രയായിരിക്കും കാരണം, അല്ലേ ഏതെങ്കിലും ഒരു മനുഷ്യനുമായുള്ള നിരന്തരമായ ഇടപെടലുകളായിരിക്കും കാരണം, ഒരേ ഷോപ്പുമായുള്ള ബന്ധമായിരിക്കും കാരണം. സാധ്യതകൾ തുറക്കുന്നുണ്ടോ? അടക്കൂ, ക്ലോസ് ചെയ്യുക വാതിൽ, അടച്ചു പൂട്ടുക ഡോറ്. നിങ്ങൾ വ്യഭിചാരത്തിന്റെ മായാലോകത്തിലേക്ക് വീണാൽ അവസാനം കൊലപാതകത്തിലേക്ക്, ആരും അറിയാതിരിക്കുവാനുള്ള അരും കൊലയിലേക്ക്, ക്രൂരതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ ഭാര്യയുടെ കൈകൾ കൊണ്ട് അടുക്കളയിലെ ചെറിയ കത്തിയെടുത്ത് നിന്റെ ഞരമ്പ് മുറിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഖുർആനിന്റെ പ്രയോഗം വലാ തഖ്റബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. ഖുർആനിന്റെ പ്രയോഗം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു, നോക്കൂ ഖുർആനിന്റെ പ്രയോഗം. കള്ള്, ചൂതാട്ടം, അതേ പ്രശ്നം വെക്കല്, ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു റിജ്സും മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിന്റെ മ്ലേച്ഛകരമായ പ്രവൃത്തിയിൽപ്പെട്ടതാണ്. ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്, ഖുർആനിന്റെ വാക്കുകൾ എങ്ങനെയാണ്. ഇനി ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, ചില മനുഷ്യർക്ക് എത്ര കേട്ടാലും ദൈവം തന്ന, അല്ലാഹു തന്ന കർണപുടം എന്ന് പറയുന്ന പ്രത്യേക ഷേപ്പുള്ള ഈ കാതിന്റെ പ്രത്യേക ആകൃതിയിലുള്ള റെറ്റിനയിലേക്ക് ശബ്ദത്തെ ഒന്നിച്ച് കയറി പോകാതിരിക്കാൻ, പടക്കം പൊട്ടിയില്ല ഇവിടെ, ആ ശബ്ദം റെറ്റിനയിലേക്ക് തുളച്ചു കയറാതിരിക്കാൻ, ആ ശബ്ദത്തെ കറക്കാൻ ചെവിയുടെ പ്രത്യേകമായ ഷേപ്പ് കൊടുത്ത ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹ്, ആ റെറ്റിന എന്ന് പറയുന്ന പാടയിലേക്ക് വേണ്ട ശബ്ദം മാത്രം കടത്തിവിടാനുള്ള സംവിധാനം ഒരുക്കിയ ലോകത്തിന്റെ രക്ഷിതാവ് പറയാ, എല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിന് കേൾവി ശക്തി കൊടുത്തു. പരീക്ഷണം എന്ന നിലയ്ക്ക് ചില ആളുകൾക്ക് മാത്രം അത് കൊടുത്തിട്ടില്ല, പരീക്ഷണമാണ്. നിൽക്കട്ടെ, ആ ചെവി കൊടുത്തിട്ടും ലഹും ഖുലൂബ്, ഹൃദയം കൊടുത്തു അവർക്ക്. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്. വലഹും അയ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്. എന്നിട്ട് മൂന്നിനെയും അല്ലാഹു വിശദീകരിച്ചു. ലഹും ഖുലൂബ്, അവർക്ക് ഹൃദയമുണ്ട്. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. സർവശക്തനായ അല്ലാഹു, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകളെ കാണാനുള്ള, കേൾക്കാനുള്ള, ചിന്തിക്കാനുള്ള 3 സുപ്രധാനമായ അവയവമാണ് സഹോദരങ്ങളെ കാത്, കണ്ണ്, അതിൻ്റെ മുന്നോടിയായി ഖൽബ്. ഖൽബ് എന്ന പദത്തിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ക്യാമറ ഒന്ന് തിരിച്ചു വെക്കാൻ അറബി ഭാഷയിൽ വേണമെങ്കിൽ ഖല്ലിബ് എന്ന് പറയാം. അവിടെ ഇട്ടിരിക്കുന്ന ചെയർ ഒന്ന് തിരിച്ചിടാൻ ഒരാളോട് പറയുമ്പോൾ ഖല്ലിബ് എന്ന് പ്രയോഗിക്കാം. എന്ന് പറഞ്ഞാൽ തിരിച്ചിടൂ എന്ന് പറയാൻ. നമ്മുടെ വാരിയല്ലുകൾക്കിടയിൽ അല്ലാഹു സൂക്ഷ്മമായി ഭദ്രമായി വെച്ചിരിക്കുന്ന ഹൃദയം എന്ന് പറയുന്ന അവയവത്തെ നാം ഖൽബെന്ന് പറയുമ്പോൾ ആ പ്രയോഗം തന്നെയാണ് തിരിച്ചു വെക്കുവാനും മറിച്ചു വെക്കുവാനും അറബി ഭാഷയിൽ പ്രയോഗിക്കേണ്ട വാക്ക്. മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നർത്ഥം. ഏത് സമയത്തും ഇങ്ങനെ തിരിയുവാനും മറിയുവാനും സാധ്യതയുള്ള ഒരു പ്രത്യേകമായ അവയവമായിട്ടാണ് മനുഷ്യന്റെ ഹൃദയത്തെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിചയപ്പെടുത്തുന്നത്. അത് എല്ലാ മനുഷ്യർക്കും നൽകി. പക്ഷേ എല്ലാ മനുഷ്യരും അതുകൊണ്ട് ചിന്തിക്കുന്നില്ല. അതാണ് അല്ലാഹുവിന്റെ പ്രയോഗം. ലഹും ഖുലൂബ്, അവർക്കെല്ലാവർക്കും ഹൃദയമുണ്ട്. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് ചിന്തിക്കുന്നില്ല അവർ. വലഹും അയ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്. പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, ആ കണ്ണുകൊണ്ട് കാണേണ്ടത് അവർ കാണുന്നില്ല. വലഹും ആദാനുൻ,
മനുഷ്യലോകത്തിന് ചെവികളുണ്ട്, കർണപുടങ്ങളുണ്ട്. പക്ഷെ ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. ഇതൊക്കെ ഖുർആനിന്റെ പ്രയോഗങ്ങളാണ്. ഇത് കേൾക്കേണ്ടത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, കാണേണ്ടത് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്, ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, മനനം ചെയ്യേണ്ടത്, ആത്മവിചിന്തനം ചെയ്യേണ്ടത് മനനം ചെയ്യാത്തത് കൊണ്ട്, ചിന്തിക്കാത്തത് കൊണ്ട്, ആത്മവിചിന്തനം ചെയ്യാത്തത് കൊണ്ടാണ്. ഹൃദയമുണ്ടായിട്ടും ക്രൂരത ചെയ്യാൻ, കണ്ണുണ്ടായിട്ടും കാണേണ്ടതല്ലാത്ത ലോകത്തേക്ക് നോക്കിക്കാണാൻ, കാതുപയോഗിച്ച് കേൾക്കേണ്ടതല്ലാത്ത ലോകത്തെ, ഒരു മാസ്മരികതയുടെ ലോകത്തെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരൂപമായി, ഒരു യാന്ത്രിക വൃത്തി ചെയ്യുന്നവനെ പോലെ, ഒരു സാത്താന്റെ പ്രതിരൂപമായി മനുഷ്യൻ മാറുന്നത്. അതാ ഖുർആനിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രയോഗം. ഖുർആൻ പ്രയോഗിച്ച വാക്കിങ്ങനെയാണ്, കാരുണ്യവാനായ അർ-റഹ്മാനായ കാരുണ്യവാനായ അല്ലാഹുവിന്റെ, അവനെ സ്മരിക്കുന്നതിൽ നിന്ന്, അവനെ ഓർക്കുന്നതിൽ നിന്ന് അന്ധത നടിക്കുന്നവർ, അതിനെ അവഗണിച്ച് കളയുന്നവർ, അതിനെ മാറ്റി നിർത്തുന്നവർ, അല്ലാഹുവിന്റെ പ്രയോഗമാണ്. ഖുർആനിന്റെ മനോഹരമായ ഒരു പ്രയോഗമാണ്. സൂറത്ത് സുഖ്റുഫിലെ 36-ാമത്തെ വചനമാണ്. പിന്നെ അവന് കൂട്ടാളിയായി ലോകത്തിന്റെ രക്ഷിതാവ് വെച്ചു കൊടുക്കുന്നത് ഈ ശത്രുവായ പിശാചിനെയാണ്. അവൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോ നല്ല ഉപദേശങ്ങളെ കേൾക്കാൻ സമ്മതിക്കില്ല. മഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വന്നു നിന്ന് ഞാൻ നടത്തുന്ന 1 മണിക്കൂർ സംസാരത്തെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ എന്റെ കൂടെ ഒരു വൃത്തികെട്ട കരീനായി, വൃത്തികെട്ട ചങ്ങാതിയായി എന്റെ കൂടെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന, വ്യഭിചരിക്കാൻ പ്രേരിപ്പിക്കുന്ന, തോന്നിവാസം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, ഭാര്യയെ തല്ലാൻ പ്രേരിപ്പിക്കുന്ന, അമ്മയോട് അക്രമം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അച്ഛനെ അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്ന, മകളെപ്പോലും മകളായി കാണാൻ പ്രേരിപ്പിക്കാത്ത ഒരു പിശാചിന്റെ കൂട്ടാളിത്തം എനിക്കുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് ആ കൂട്ടാളി എന്നോട് പറയും, ഇവിടെ നിനക്ക് പറ്റിയ സ്ഥലമല്ല, പൊയ്ക്കോളൂ, പോവാൻ ഇനിയും സമയമുണ്ട്, ഇനിയും ബസ്സുണ്ട്, ഇനിയും അയാളുടെ നാട്ടിലേക്ക് പോകാൻ സംവിധാനമുണ്ട്. പക്ഷെ അയാൾക്ക് ധൃതിയില്ല. പക്ഷെ ഈ സദസ്സിൽ നിന്ന് അയാളെ, അവന്റെ കൂട്ടാളിയായ സാത്താൻ അവനോട് പറയും, നിന്നു പോകരുത്, പൊയ്ക്കോളൂ. ഈ ഉപദേശം വല്ലതും കേട്ടുകൊണ്ട് അവന്റെ മനസ്സെങ്ങാനും മാറിപ്പോയാൽ പിശാചാകുന്ന കൂട്ടാളിക്കത് സഹിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു കൂട്ടാളിയെ ലോകരക്ഷിതാവായ അല്ലാഹു വൃത്തികേട് ചെയ്യുന്ന മനുഷ്യരുടെ കൂടെ വെച്ചിട്ടുണ്ട്. അതാ മനുഷ്യന്റെ നേരെയുള്ള കടുത്ത പരീക്ഷണമാണ്. അതുകൊണ്ടാണ് ചോദിച്ചു പോയില്ലേ പത്രവാർത്ത കണ്ടപ്പോ, എങ്ങനെ സാധിച്ചു ഈ പെണ്ണിന്, ഇവളൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോ, ഭർത്താവിന്റെ കടുത്ത മുറിക്കാൻ, അനുജന്റെ മകനെ വെള്ളത്തിലേക്ക് എറിയാൻ, ഇളച്ചിയും മൂത്തച്ചിയുമുള്ള തർക്കത്തിന് മൂത്തച്ചിയുടെ കുട്ടിയെ ഇളയച്ചി കൊണ്ടുപോയി. അലക്കാൻ പോയ മൂത്തച്ചി 10-20 മിനിറ്റ് വീട്ടിൽ നിന്ന് മാറിയ സമയത്ത് കുഞ്ഞിനെ നോക്കണേ, 6 മാസം പ്രായം, 7 മാസം പ്രായം, കുഞ്ഞിനൊന്നും അറിയില്ല, ചിരിക്കാൻ മാത്രം അറിയുന്ന, അമ്മേനക്ക് വിശക്കുന്നുണ്ടുമ്മ എന്ന് പറയാൻ അറിയാത്ത, വാവിട്ട് കരയാൻ മാത്രം അറിയുന്ന, തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ എടുത്ത് ആൾമറയില്ലാത്ത കിണറിലേക്ക് കൊണ്ടുപോയി ഇളയച്ചി മൂത്തച്ചിയോടുള്ള പോര് തീർക്കാൻ പാവപ്പെട്ട കുഞ്ഞിനെ കൊണ്ടുപോയി കിണറ്റിലേക്ക് എറിയാൻ കൈമലർത്തി ചോദിക്കുന്ന മാനവകുലം എങ്ങനെ സാധിച്ചു? ഉത്തരമാണ് ഖുർആൻ പറയുന്നത്, നിന്റെ കൂട്ടാളി പിശാചാണ്. അതുകൊണ്ട് ഖുർആനിന്റെ 1-ാമത്തെ മുന്നറിയിപ്പ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ശബ്ദം കേൾക്കുന്ന സർവ്വ മനുഷ്യരുടെയും ആദ്യത്തെ വാപ്പ, ആദ്യത്തെ അച്ഛൻ, ആദ്യ പിതാവ്, ആദ്യ മനുഷ്യൻ, അതെ 60 മുഴം നീളമുള്ള, ചുരുക്കി പറഞ്ഞ 90 അടി ഹൈറ്റുള്ള, 90 അടി 9 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള, ആരും നിഷേധിക്കുന്നില്ല ഇതിനെ, ലോകത്തിൽ ആരും നിഷേധിക്കുന്നില്ല. ആദ്യത്തെ നമ്മുടെ ഉപ്പയുടെ ഹൈറ്റ് അതായിരുന്നുവെന്ന് ഹദീസ് പറയുന്നു, വേദപുസ്തകങ്ങൾ പറയുന്നു. 90 അടി ഹൈറ്റുള്ള നമ്മുടെ ഉപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വർഗത്തിൽ സുഖകരമായി ജീവിക്കാൻ അവസരം കൊടുത്ത ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് പറഞ്ഞു, എല്ലാം നിനക്ക് ഭുജിക്കാം, എല്ലാം താങ്കൾക്ക് കുടിക്കാം, എല്ലാം താങ്കൾക്ക് ഭക്ഷിക്കാം, ഈ വൃക്ഷത്തിന്റെ കൈക്കനി ഒഴിച്ച് എന്ന് പറഞ്ഞപ്പോ പിശാച് പറഞ്ഞു കൊടുക്കുന്ന ദുർമന്ത്രം എന്തായിരുന്നു? ആദമേ, ഇത് മാത്രം തിന്നരുതെന്ന് പറഞ്ഞത്. കുറച്ചു കാലം കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് താങ്കളെ പുറത്താക്കി ഈ സ്വർഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ നിന്റെ റബ്ബ് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ
ഈ മരത്തിലെ കൈക്കനി തിന്നാൽ പിന്നെ നിന്നെ ഒരിക്കലും ഈ സ്വർഗരാജ്യത്ത് നിന്ന് പുറത്താക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവസരം കിട്ടുമ്പോ, ഏതെങ്കിലും ഒരു സൗകര്യം കിട്ടുമ്പോ ആ കൈക്കനി തിന്ന് സ്വർഗരാജ്യത്തെ ഇരിപ്പിടം ഉറപ്പ് വരുത്തിക്കൊള്ളൂ എന്ന് പിശാചിന്റെ മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന സ്വാർത്ഥതയുടെ ലോകത്തിലേക്കുള്ള പ്രത്യേക പ്രകാശമായി വെളിച്ചമായി തോന്നിപ്പിച്ച് ദുർമന്ത്രണം നടത്തിക്കൊടുത്തു. മനുഷ്യന്റെ ആദ്യത്തെ ശത്രു പിശാച്. അത് ഖുർആനിന്റെ മുന്നറിയിപ്പാണ്. വ്യഭിചരിക്കുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവാം, ജീവിതത്തിൽ അബദ്ധം സംഭവിച്ചവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവാം, മദ്യപിക്കുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവാം, കുടുംബ ഛിദ്രതയുണ്ടാക്കുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. അല്ലേ, തന്റെ മക്കൾ ആണായാലും പെണ്ണായാലും കുട്ടി 1 മതി 2 മതി എന്ന് വിചാരിക്കുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. ചൈന പറഞ്ഞു 2 മതി, ചൈന പറഞ്ഞു 1 മതി. 2 പ്രസവം നടന്നാൽ ഫൈൻ അടക്കണമെന്ന് പറഞ്ഞു. ചൈന തന്നെ ലോകത്തോട് പറയുന്നു, ഞങ്ങൾ ദുഃഖം അനുഭവിക്കുന്നു. ചൈനയുടെ ഭരണകൂടമല്ല പറയുന്നത്, ചൈനയിലെ വിദഗ്ധ വിചക്ഷണന്മാർ ലോകത്തോട് പറയുന്നു, ചൈനയിലെ ഉയർന്ന എഴുത്തുകാരന്മാർ ലോകത്തോട് പറയുന്നു, ചൈനയിലെ ഉയർന്ന പ്രഭാഷകന്മാർ ലോകത്തോട് പറയുന്നു, ചൈനയിലെ മീഡിയകൾ ഉപയോഗിക്കുന്ന ഈ നാടിന്റെ ആ നാടിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരുന്ന് അവിടുത്തെ മീഡിയകൾ നിയന്ത്രിക്കുന്നവർ ലോകത്തോട് പറയുന്നു, ചൈന വേദനിക്കുന്നു. കാരണം എന്തെന്നറിയോ, ഒരു വീട്ടിൽ ഒരു കുട്ടിയാണുള്ളത്, അച്ഛന് പ്രായമായി, അമ്മക്ക് പ്രായമായി. മകൻ പുറത്തേക്ക് ജോലിക്ക് പോയാൽ അമ്മയെ നോക്കാൻ ആളില്ല, അച്ഛനെ നോക്കാൻ ആളില്ല, മറ്റൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരാളെ വിളിക്കാൻ. പ്രിയപ്പെട്ടവരെ, അതാ അപ്പുറത്തും ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ, ആളില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിലെ പാവപ്പെട്ട അച്ഛനെ അമ്മയെ നോക്കാൻ ഒരാളെ കിട്ടാത്ത, മക്കളുടെ കൂട്ടത്തിൽ ആളില്ലാത്തത് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചാൽ കിട്ടാത്ത ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് ചൈന എന്ന് പറയുന്ന ജനസംഖ്യയിൽ 1ാം നിലക്ക് നിൽക്കുന്ന രാജ്യത്തിലെ വെല്ലുവിളിയായി ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. പഠിക്കണം, നമ്മൾ വായിക്കണം. പരിശുദ്ധ ഖുർആൻ ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. ഖുർആനിന്റെ പ്രയോഗമാണ്. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. നിങ്ങൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ എങ്ങനെ കഴിയും? 4 കുട്ടികൾ ഉണ്ടായാൽ എങ്ങനെ പഠിപ്പിക്കും? 5 മക്കളായാൽ എങ്ങനെ ഭക്ഷണം കൊടുക്കും? നല്ല രൂപത്തിൽ എങ്ങനെ വളർത്തും എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. ജനിച്ചിട്ട് മക്കളെ കൊല്ലുന്നവർ അപൂർവത്തിൽ അപൂർവമാണ് ഇന്നിന്റെ ലോകത്ത്. അന്ന് അറേബ്യൻ നാടിന്റെ മണ്ണിൽ ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന സംവിധാനമാണ് ഉണ്ടായിരുന്നതെങ്കിൽ 4 പെൺകുട്ടികളുള്ളവർ ഡോക്ടറോട് ചോദിക്കുകയാണ്, ലിംഗനിർണയം പാടില്ല എന്ന ബോർഡിന്റെ താഴെയിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കുന്നു, താങ്കൾക്ക് എന്ത് ഓഫർ തരാം? കുട്ടി എന്താണെന്ന് പറഞ്ഞു തരണം. 4 മാസമായി. പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അബോർഷൻ ചെയ്യാൻ പറഞ്ഞ് കൈമടക്ക് കൊടുത്ത് അത് ലോകത്ത് സംഭവിപ്പിച്ച് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു. എനിക്ക് 3 ആയി 4 ആയി, ഇനി കുട്ടി വേണ്ട എന്ന് വിചാരിച്ച് പിന്നീട് ഭാര്യ പ്രഗ്നന്റ് ആണെന്നറിയുമ്പോ കുട്ടിയെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പ്രഗ്നൻസിയുടെ പീരീഡിൽ തന്നെ കൊന്നുകളയുന്ന പുതിയ ലോകത്ത് ഖുർആനിന്റെ വാചകം എന്താ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ്. നഹ്നു നർസുഖുഹും. ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഞാനാണ്. വഇയ്യാകും. നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് ഞാനാണ്. അല്ലാഹുവിന്റെ പ്രയോഗമാണ്. ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ചു കളഞ്ഞ ഏതൊക്കെ രാജ്യമുണ്ടോ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചോ, അതിന്റെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. ചൈന ദുഃഖം അനുഭവിക്കുന്നു, ചൈന വേദനിക്കുന്നു. ചൈനയുടെ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കാൻ പബ്ലിക്കിൽ സാധ്യമല്ലാത്തത് കൊണ്ട് കിട്ടാവുന്ന അവസരങ്ങളിൽ ലോകത്തെ അവിടുത്തെ ഏറ്റവും വലിയ എഴുത്തുകാരന്മാർ അറിയിക്കുന്നു. സത്യല്ലേ? ഓരോന്നോരോന്നെടുത്ത് നോക്കിക്കോ. ഞാൻ ഒന്ന് മാത്രമാണ് ഈ സമയത്ത് പറഞ്ഞത്. ശരി, വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ മടങ്ങട്ടെ. പിശാചാണ് നമ്മുടെ മുഖ്യ ശത്രു. അതുകൊണ്ടാണ് ലോകത്ത് ഈ തിന്മകൾ ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ കാണുമ്പോ, കേൾക്കുമ്പോ, അറിയുമ്പോ നമ്മുടെ മനസ്സ് ചോദിച്ചു പോകുന്ന ചോദ്യത്തിന്റെ ഉത്തരം മാത്രമാണ് ആമുഖമായി ഞാൻ ഇത്രയും കുറിച്ച വാക്കുകൾക്കിടയിലൂടെ നിങ്ങൾ വായിച്ചെടുക്കേണ്ടത്. ആവർത്തിച്ചു പറയട്ടെ, ഇത് കേട്ട് മടങ്ങുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി കേൾക്കാതെ ബാക്കി കേൾക്കാതെ പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ
അവിടെ മനസ്സിലിടേണ്ട ഒരൊറ്റ വാചകമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചതിന്റെ രക്തചുരുക്കം. നമ്മുടെ ശത്രുവിനെ കരുതിയിരിക്കുക. ആ ശത്രു പിശാചാണ്. ആ പിശാച് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യവർഗത്തിലുണ്ട് ആ പിശാച്. പിശാച് എന്ന് പറയുന്ന ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളുണ്ട്, മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കളുണ്ട്. മനുഷ്യർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന, കാണാൻ പറ്റാത്ത മനുഷ്യ പിശാചുക്കൾ അല്ലേ? സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന രാജ്യങ്ങളെയും മണ്ണുകളെയും തല്ലി തകർക്കാൻ, യുദ്ധഭീതിയുടെ ഭൂമിയാക്കി മാറ്റാൻ, വർഗീയ കലാപങ്ങളുടെ നാടാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ പിശാചുക്കളുണ്ട്. അവരെ തിരിച്ചറിയണം, അവരെ ശത്രുവായി പ്രഖ്യാപിക്കണം. അവരെ ഒരിക്കലും നിങ്ങളുടെ അടുത്ത ആത്മമിത്രങ്ങളായി കണ്ടുകൂടാ. ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് വർണ്ണത്തിൽപ്പെട്ടവനാണെങ്കിലും അകറ്റി നിർത്തുവവനെ, ഉപദേശിക്കുവവനെ, ശരിയാവുന്നില്ലെങ്കിൽ മാറ്റി നിർത്തുവവനെ, ഒറ്റപ്പെടുത്തുവവനെ, സമൂഹത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തൂ. അവൻ വർഗീയ ധ്രുവീകരണത്തിന് ആഗ്രഹിക്കുന്നവനാണ്, അത് ഏത് പേരിട്ട് വിളിക്കുന്നവനാണെങ്കിലും. പ്രിയപ്പെട്ടവരെ, ഈ താക്കീതുകളെ അവഗണിക്കുന്ന പക്ഷം ലോകരക്ഷിതാവായ അല്ലാഹു തആല പറയാ, തിന്മകൾ ഒരു നാട്ടിൽ പെരുകി പെരുകി വരുമ്പോ, ഒന്ന് രണ്ട് ഉദാഹരണത്തിലേക്ക് മടങ്ങിക്കോ. ലോകത്ത് സുനാമി സംഭവിച്ചപ്പോ നമുക്ക് പരിചയമുള്ള ഏറ്റവും വലിയ അടുത്ത് ചർച്ച ചെയ്യാവുന്ന ഒന്നാണ് മറീന. എന്റെ അല്ലാഹു തആല മറീന എന്ന ബീച്ചിനെ തെരഞ്ഞെടുത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? മറീന ബീച്ച് എന്ന് പറയുന്ന ബീച്ച് രാവിലെ 8 മണി മുതൽ അർദ്ധരാത്രി വരെ കാമുകിമാർ അർദ്ധനഗ്നരായി, പൂർണ്ണനഗ്നരായി, മര്യാദയും അതുപോലെ തന്നെ സംസ്കാരവുമുള്ള ഒരാൾക്ക് അതിലൂടെ നടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ സർവസീമകളെയും ലംഘിച്ച് നാക്കാലികളെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ തോന്നിയവാസം വർദ്ധിച്ച സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല മീഡിയകളും. സത്യല്ലേ? എന്നിട്ടും ആളുകൾ ഉൾക്കൊള്ളുന്നില്ല, പഠിക്കുന്നില്ല. ആർത്തിരമ്പി വരുന്ന തിരമാല 1526 കിലോമീറ്റർ വേഗതയിൽ 100 അടി ഹൈറ്റിലേക്ക് വെള്ളം പെട്ടെന്ന് ഉയർന്നു. പെട്ടെന്ന് ഇന്നലെ തുടങ്ങി, ഇന്ന് രാവിലെ കുറച്ചുയർന്ന്, നാളെ പിന്നെ കുറച്ചുകൂടി പൊന്തി, മറ്റന്നാള്, അങ്ങനെ 4-5 ദിവസം എടുത്തിട്ടല്ല, പെടുന്നനെ ഒരു സൂചന പോലും മനുഷ്യന് കൊടുക്കാത്ത വിധത്തിൽ പെട്ടെന്ന് വെള്ളം 100 അടി ഹൈറ്റിലേക്ക് പ്രിയപ്പെട്ടവരെ ഉയർന്നു പൊന്തുകയാണ്. 100 അടി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 നില കെട്ടിടം. മഞ്ചേരിയിലെ ഈ നിൽക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഒരു 2 നിലയാണ്. ഗ്രൗണ്ടും ഫസ്റ്റും സെക്കൻഡുമാണ് ഇവിടെ കാണുന്നത്. കുറച്ചപ്പുറത്തേക്ക് പോയ 3rd, 4th ഒക്കെ ഉണ്ടാവാം. പക്ഷേ 10 നില കെട്ടിടത്തിന്റെ ഹൈറ്റിലേക്ക് കടലിന്റെ വെള്ളം പെട്ടെന്ന് ഉയരുകയാണ്. ആരും അവിടെ ചില കെമിക്കൽ ഉപയോഗിച്ച് അവിടെ ഒരു ഏർപ്പാടും ചെയ്തിട്ടില്ല. കടലിന്റെ അടിയിൽ കിടക്കുന്ന മണ്ണ്, കടലിനടിയിൽ കിടക്കുന്ന ഭൂമി, അതിന്റെ പ്ലേറ്റിന് ചലനമുണ്ടാക്കുകയാണ് അല്ലാഹ്. കടലിന്റെ അടിയിൽ കിടക്കുന്ന പാറകൾക്കും മണ്ണിനും അല്ലാഹ് ചലനം കൊടുക്കുകയാണ്. അതാ വെള്ളം ഉയർന്ന് പൊന്തുകയാണ്. ഈ മഞ്ചേരി പരിസരത്തു കൂടി കടന്നു പോകുന്ന തിരക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം വിശാലമായ ഹൈവേയിൽ നമ്മുടെ വണ്ടി 80-ലും 90-ലും, 80 നമുക്ക് അനുവാദമുള്ളൂ. ശരി, 80-ൽ പോയാൽ തന്നെ നമ്മുടെ നാടിന്റെ വാഹനവും റോഡുമൊക്കെ ഒരു ജെർക്കിങ്ങും ഒരു വൈബ്രേഷനും ഒക്കെ ഉണ്ടാവുകയാണ്. ശരി, 100-ലും 150-ലും ഒക്കെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? 1526 കിലോമീറ്റർ വേഗതയിലാണ് അന്നത്തെ തിരമാലകൾ. അതാ വരുന്നു തിരമാല എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് പറഞ്ഞവരുടെ തലക്കുമീതെ, അവിടെ വീടുകൾക്കുമീതെ, അവരിയ്ക്കുന്നതിന് മുകളിലൂടെ കടന്നുപോയി ആയിരക്കണക്കിന് മനുഷ്യർ വെള്ളം കുടിച്ച് വയറ് വീർത്ത് മരിച്ചു വീണ് കിടക്കുന്ന ചിന്തനീയമായ രംഗം, ആലോചിക്കേണ്ടതായ രംഗം. പ്രിയപ്പെട്ടവരെ, ഒരാത്മ പരിശോധനയ്ക്ക് വിധേയരായി കൈ അറിയാതെ താടിക്ക് കൊടുത്ത് ഒന്ന് ആലോചിച്ചിരിക്കേണ്ടതായ രംഗം. ആ മറീന ബീച്ചിനെ എന്തുകൊണ്ട് ദൈവം തമ്പുരാൻ അല്ലാഹു തആല ഇങ്ങനെ ഒരു ശുദ്ധീകരണ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചു എന്ന ചോദ്യത്തിന് ആലോചനകളിലൂടെ ഉത്തരം കണ്ടെത്താൻ പറ്റും. ബുദ്ധിയുള്ളവർക്ക് ആലോചനയുടെ ഉത്തരം കണ്ടെത്താൻ പറ്റും. പഠിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലോകരക്ഷിതാവായി അല്ലാഹു പറഞ്ഞു, മനുഷ്യരെ വരാനിരിക്കുന്ന ഒരു കുലുക്കമുണ്ട്, അത് വലിയ മുന്നറിയിപ്പാ. ഖുർആൻ അറിയുന്ന ഏത് മുസ്ലിമിനും അറിയാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ,
ആ പ്രയോഗം തന്നെ കുലുക്കമാണ്. ഇദാ സുൽസിലത്തിൽ അർളു, ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഖുർആനിന്റെ മനോഹരമായ പ്രയോഗം. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش. കണ്ടില്ലേ ലോകത്ത് കണ്ടില്ലേ മനുഷ്യരൊക്കെ ചിന്നിച്ചെതറിയ പാറ്റകളുടെ ചിറകുകൾ വീണ് കിടക്കുന്നത് പോലെ ഈ ഭൂമി പരപ്പിൽ വിതറിക്കിടക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? അമുസ്ലിങ്ങളെ, നാളെ മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് മഞ്ചേരിയുടെ ഈ പഴയ ബസ് സ്റ്റാൻഡിന്റെ ഓരത്ത് നിന്ന് എന്റെ ശബ്ദം കേട്ട് മടങ്ങുന്ന കൃഷ്ണനുണ്ടോ, രാമനുണ്ടോ, ഉണ്ണിക്കിട്ടനുണ്ടോ? എന്റെ സുഹൃത്തുക്കളെ, ചേട്ടാനികന്മാരുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മരണം കഴിഞ്ഞാൽ ഇതോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സാന്ദർഭികമായി ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. കള്ളു കുടിച്ചവൻ, വ്യഭിചരിച്ചവൻ, ബലാത്സംഗം ചെയ്തവൻ, കട്ടവൻ, കൊലപാതകം നടത്തിയവൻ, കൊള്ള നടത്തിയവൻ, കൊള്ളിവെപ്പ് നടത്തിയവൻ, ഒരു ഉണ്ണിക്കിട്ടനാകട്ടെ, ഒരു രാമനാകട്ടെ, ഒരു മുഹമ്മദാകട്ടെ, ഒരു ജോസഫ് ആകട്ടെ, അതിൽ നമുക്കൊരു വർഗീയതയുമില്ല. ആര് ചെയ്താലും തെറ്റാണ്. പക്ഷേ അവൻ 60 വയസ്സായി മരിച്ചു. കക്കാത്ത, കളവ് പറയാത്ത, ചതിക്കാത്ത, വഞ്ചിക്കാത്ത, ഒരു മനുഷ്യനോടും അപമര്യാദയായി പെരുമാറാത്ത ഒരു രാമേട്ടനുണ്ടെന്ന് വിചാരിച്ചോ? അയാളും 60 വയസ്സായപ്പോ മരിച്ചുമെന്നായി. രണ്ടുപേരും അതോടുകൂടി തീർന്നു പോവുകയാണെങ്കിൽ, രമേട്ടാ, നിങ്ങളുടെ നിഷ്കളങ്കത എന്തിനാ? നിങ്ങളുടെ ഈ സത്യസന്ധത എന്തിനാ? നിങ്ങളുടെ ഈ ജീവിതത്തിൽ കാണിച്ച മര്യാദ എന്തിനാ? അവൻ ഈ കാണിച്ച തിന്മകൾ ഇവിടുത്തെ കോടതി പിടിച്ചിട്ടില്ലെങ്കിൽ ആര് കൊടുക്കും ശിക്ഷ? ഒന്നും അറിയാത്ത 3 വയസ്സുള്ള പെൺകുട്ടിയെ, നാടോടി സ്ത്രീയുടെ കൂടെ കടന്നുറങ്ങുന്ന 2.5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഉറക്കത്തിനിടയിൽ എടുത്തു കൊണ്ടുപോയി ബിൽഡിങ്ങിന്റെ പിറകുവശത്ത് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ആ മനുഷ്യനെ പിടിക്കുമ്പോ തെളിവിന്റെ ഭാവത്തിൽ കോടതി വിടുമ്പോ ആ പാവപ്പെട്ട നാടോടി സ്ത്രീയുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന രോദനത്തിന്, മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന വേദനയുടെ വിളിക്ക്, മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന സങ്കടത്തിന്റെ വിളിക്ക് ആരുത്തരം കൊടുക്കും രാമേട്ട? ആരുത്തരം കൊടുക്കും കൃഷ്ണേട്ട? നിങ്ങളുടെ വിശ്വാസ പ്രകാരം മരണത്തോടുകൂടി എല്ലാം തീർന്നു പോകുമെങ്കിൽ ഇസ്ലാം പറയുന്നു തീരുന്നില്ല. ഇവിടുത്തെ കോടതിക്ക് മുഴുവനും തെളിയിക്കാൻ കഴിയില്ല. കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത നിന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവായ നിന്റെ രക്ഷിതാവ് അവന്റെ കോടതിയിൽ ഹൈന്ദവ, ക്രൈസ്തവ, മുസൽമാനെ നമ്മളെല്ലാവരും വന്നു നിൽക്കും. ഈ വിശ്വാസം സത്യമല്ലേ? ഇത് നീതിപൂർവമല്ലേ? ഇത് പ്രകൃതിയുടെ തേട്ടമല്ലേ? അല്ലേ? ഇത് പ്രകൃതി വിരുദ്ധമാണോ? ആണോ? ഇത് നീതിനിഷ്ഠമല്ലേ? ഇത് അനീതിയുടെ ശബ്ദമാണോ? ഇത് സത്യതയല്ലേ? ഇത് അസത്യത്തിന്റെ വാക്കാണോ? ചിന്തിക്കൂ സുഹൃത്തുക്കളെ, ആലോചിക്കൂ സഹോദരങ്ങളെ. ഇത് പരിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പാണ്. ഇന്നലകളിൽ അച്ഛന്മാർ, അമ്മമാർ, അമ്മൂമ്മമാർ, മക്കൾ പലരും മരിച്ചില്ലേ? ഉണ്ട്. അവരെവിടെ? മണ്ണിനടിയിലാണ്. എല്ല് അല്ലെ, മാംസങ്ങളെല്ലാം ദ്രവിച്ചു തീർന്ന എല്ലുകളായി വീണ്ടും അതിൽ നിന്ന് പുനർജീവിപ്പിക്കുകയോ? അസാധ്യം. എങ്കിൽ കൃഷ്ണനും രാമനും ജോസഫും അതുപോലെ സർവ്വ മുസ്ലിങ്ങളും എല്ലാവരും ചിന്തിക്കേണ്ടത് എന്താ? അച്ഛന്റെ മുതുകിൽ കിടക്കുന്ന ഒരു അറപ്പ് തോന്നുന്ന കയ്യിലെടുത്താൽ അറപ്പ് തോന്നുന്ന ഒരു തുള്ളി ശുക്ലത്തിൽ കോടിക്കണക്കിന് മക്കളെ ഉണ്ടാക്കാനുള്ള ബീജമുണ്ട്. ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് 500 ബീജങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോ ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് അമ്മയുടെ അണ്ടവുമായി ചേർത്തത് നമ്മളാരുമല്ല, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ്. അമ്മയുടെ ഗർഭപാത്രത്തിന്റെ 1ാമത്തെ ഭിത്തിക്ക് ദ്വാരമുണ്ടാക്കി, 2ാമത്തെ ഭിത്തി കോട്ടയുണ്ടാക്കി, 3ാമത്തെ ഭിത്തിയിൽ അട്ടയെപ്പോലെ തൂങ്ങിപ്പിടിപ്പിച്ച് നിർത്തിയത് നമ്മളാരുമല്ല, ലോകത്തിന്റെ രക്ഷിതാവായ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അല്ലേ? അവിടെ വെച്ച് വളർത്തിയത്, കൈ കൊടുത്തത്, കാല് കൊടുത്തത്,
ചെവി കൊടുത്തത്, മുക്ക് കൊടുത്തത്, കൽബ് കൊടുത്തത്, ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം നൽകിയത്, 9 മാസം കഴിഞ്ഞ് ഭംഗിയുള്ളൊരു കുഞ്ഞാക്കി, ഒരു മകളാക്കി, മകനാക്കി നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ്. ചിന്തിച്ചുകൂടെ? എല്ലിൽ നിന്ന് രണ്ടാമത് പുനർജീവിപ്പിക്കുകയോ? മരിച്ചപ്പോ, ഞാൻ സിമ്പിളായി പറയാം, മരിച്ചപ്പോ മുഹമ്മദ് മരിച്ചപ്പോ, ജോസഫ് മരിച്ചപ്പോ, രാമൻ മരിച്ചപ്പോ ബോഡി അവിടെ തന്നെ ഉണ്ട്, ഇല്ലേ? കണ്ണ് പോയിട്ടില്ല, അവിടെ ഉണ്ട്. കാത് പോയിട്ടില്ല, അവിടെ ഉണ്ട്. മുടിയുണ്ട്, നെറ്റിയുണ്ട്, കഴുത്തുണ്ട്, നെഞ്ചുണ്ട്, വയറുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ട്. ശരീരത്തിന്റെ കാണാവുന്ന എല്ലാ അവയവവും, ഓപ്പറേഷൻ ചെയ്താൽ ആന്തരിക അവയവങ്ങളും എല്ലാം അവിടെയുണ്ട്. പോയതെന്താ? ജീവനാണ്, ആത്മാവാണ്. ആരാ കൊണ്ടുപോയത്? ഡോക്ടർ എടുത്തോ? ഇല്ല. വിശകരന്മാരെടുത്തോ? ഇല്ല. ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ല. ആര് കൊണ്ടുപോയി? ജനിപ്പിച്ചവനായ വിരാട് പുരുഷൻ കൊണ്ടുപോയി. ജീവിപ്പിച്ചവനായ ദൈവം തമ്പുരാൻ കൊണ്ടുപോയി. അല്ലേ? നിനക്ക് ജീവൻ തന്ന അള്ളാഹു കൊണ്ടുപോയി. ആ ആത്മാവ് അവന്റെ പക്കലാണ്. ദ്രവിച്ചുപോയ നിന്റെ മാംസം, ദ്രവിച്ചുപോയ എല്ലിൽ നിന്ന് രണ്ടാമത് നിന്നെ പുനർജീവിപ്പിക്കുകയോ എന്ന ചോദ്യം ഒന്നുമല്ലാത്തതിൽ നിന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നെ വളർത്തിയവന് ആത്മാവ് കയ്യിലുണ്ടായിരിക്കെ, നിന്റെ അവശേഷിക്കുന്ന എല്ലുകൾ ബാക്കി ഉണ്ടായിരിക്കെ, നിന്നെ രണ്ടാമത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യം അപ്രസക്തമാണ്, ബുദ്ധിശൂന്യമാണ്. ചിന്തിക്കാനാണ്. ലാഭം എനിക്കൊന്നുമില്ല, എനിക്ക് ലാഭമൊന്നുമില്ല, ഈ സംഘടനയ്ക്ക് ലാഭമൊന്നുമില്ല. ആലോചിക്കണേ എന്ന് ഈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് 2 മുസ്ലിം സുഹൃത്തുക്കൾ എന്റെ ശബ്ദം കേൾക്കുമെങ്കിൽ, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിൽ ബലാത്കാരമില്ല. ഒരാളെയും ഏതെങ്കിലും അർത്ഥത്തിൽ വശീകരിച്ച് മതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. തിന്മയാണ് എന്ന് പഠിപ്പിച്ച മതമാണ്. നിർബന്ധിച്ചുകൊണ്ടോ പ്രലോഭിപ്പിച്ചുകൊണ്ടോ പണം കൊടുത്തുകൊണ്ടോ ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നവന് കുറ്റം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ഏക മതം അത് അല്ലാഹുവിന്റെ മതമാകുന്ന അൽ ഇസ്ലാം. പിന്നെന്തിനാ ഇത് പറയുന്നത്? മനുഷ്യരെ, എന്റെയും നിങ്ങളുടെയും ബുദ്ധിശക്തി ഉപയോഗിച്ച് ഈ പ്രപഞ്ചനാഥനെ കുറിച്ച് പഠിച്ച് അവന്റെ താക്കീതുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവന്റെ മുന്നറിയിപ്പുകളെ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് ഒന്ന് കൂട്ടി ഉരച്ചു നോക്കി ജീവിതത്തിന്റെ അർത്ഥ തലങ്ങളെ കണ്ടെത്തുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുവാൻ നിർഭയനായിരിക്കുവാൻ നമുക്ക് അവകാശമില്ല. നിർഭയരായിരിക്കുവാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ നമുക്ക് വിശ്വാസത്തിലൂടെ ഒരു നിർഭയത്വം കിട്ടാനുണ്ട്. നിർഭയരായിരിക്കുവാൻ നമുക്ക് അവകാശമില്ല. വിശ്വാസത്തിലൂടെ എനിക്കും നിങ്ങൾക്കും MBBS പഠിക്കുന്ന ഏക മകൻ, കേട്ടില്ലേ വാർത്ത? ഏക മകൻ MBBS പൂർത്തിയാക്കി 2 മാസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് എത്തുകയാണ്. ഡോക്ടറായി പരിശോധന തുടങ്ങുകയാണ്. രോഗികൾക്ക് പ്രിസ്ക്രിപ്ഷൻ കുറിച്ചു കൊടുക്കുകയാണ്. പേഷ്യന്റുകൾ വരികയാണ്. അച്ഛൻ സ്വപ്നം കാണുകയാണ്. അവന്റെ ഫീ, അവൻ വാങ്ങുന്ന രോഗികളുടെ അടുക്കൽ നിന്ന് വാങ്ങുന്ന ഫീ പഠിപ്പിച്ച പണം മുതലാവാൻ ഇതാ എന്റെ മകൻ ഡോക്ടറായി പരിശോധനയിലേക്ക് ഇറങ്ങുകയാണ്. തളർന്നു വീണ് പുറത്തിറങ്ങുന്നതിന്റെ പരിശോധനക്കെത്തുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തളർന്നു വീണ് ലോകത്തോട് വിട പറഞ്ഞു പോയി. അച്ഛൻ നെഞ്ചത്തടിച്ചു. എന്റെ മകൻ എന്റെ സ്വപ്നമായിരുന്നു. വേറൊരു മകളില്ല, വേറൊരു മകനില്ല. ആകെയുള്ള കുഞ്ഞ് ആണായി പെണ്ണായി ഒരുവൻ. പക്ഷേ പോയല്ലോ. എന്തൊരു പരീക്ഷണമാണ് ദൈവമേ. നെഞ്ചത്ത് കൈവച്ചു. അതൊരു മുസൽമാന്റെ മകനാണെന്ന് ചിന്തിച്ചോ? ആ അച്ഛന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പക്ഷേ എന്റെ ചോദ്യം അതല്ല. ചിന്തിക്കാൻ അതൊരു മുസൽമാന്റെ മകനാണ്. പരലോക വിശ്വാസമുള്ളവന്റെ മകനാണ്. നമസ്കാരമുള്ളവന്റെ മകനാണ്. ഏകദൈവ വിശ്വാസമുള്ളവന്റെ മകനാണ്. അച്ഛൻ ആ കുഞ്ഞ് മരിച്ചതിൽ ദുഃഖിക്കുമ്പോഴും അവനൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്തെന്നറിയുമോ? ഞാൻ എന്റെ മകനെ നേരായി വളർത്തി, നല്ല കൾച്ചർ പഠിപ്പിച്ചു, നല്ല സംസ്കാരം പഠിപ്പിച്ചു, നല്ല ദീനീ ബോധം കൊടുത്തു, 5 നേരം നമസ്കരിച്ചു, വ്യഭിചാരത്തെ കുറിച്ച് താക്കീത് നൽകി. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ അവൻ കൃത്യമായ സൂക്ഷ്മത പാലിച്ചു. അവൻ മരിച്ചു പോയിരിക്കുകയാണ്. സാരമില്ല, ഞാൻ ക്ഷമിക്കേണ്ടവനാണ്. ദൈവം തന്നതാണ് എനിക്ക്, അള്ളാഹു തന്നതാണ് എനിക്ക്, ഞാൻ ക്ഷമിക്കേണ്ടവനാണ് എന്നവന്റെ മനസ്സുകൊണ്ട് ക്ഷമിച്ച് നാളെ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാനും അവനും സ്വർഗത്തിലാണെങ്കിൽ
വീണ്ടും കാണാമെന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ പാരത്രിക ലോകമില്ലാത്തവനുണ്ടാകുമോ? ആ പ്രതീക്ഷ പാരത്രിക ലോകം, പരലോകമെന്ന് പറയുന്ന ലോകത്തിൽ വിശ്വസിക്കാത്തവന് കിട്ടുമോ? മരണാനന്തരം ഒരു പുനർജീവിതമുണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാൾക്ക് ഈ സമാധാനത്തിന്റെ ചിന്ത കിട്ടുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ലോകം ചെറുതാണ്, നൈമിഷികമാണ്, നശ്വരമാണ്, തുച്ഛമാണ്. അനന്തം, അനശ്വരം, ശാശ്വതം, തീരാത്തത്, അത് വരാനിരിക്കുന്ന ലോകമാണ്. ശരി, അപ്പൊ ഇവിടെ നമ്മൾ നിർഭയനായിരിക്കാൻ പാടില്ല. എന്നാൽ വിശ്വാസത്തിലൂടെ നമുക്കൊരാമിനെ കിട്ടും. ഈമാൻ എന്ന വിശ്വാസം എന്ന പദത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന സമാധാനത്തിന്റെ ഒരു വാക്കാണ് അമ്ന്, നിർഭയത്വം എന്ന. ഖുർആൻ ഈ വാക്ക് മനുഷ്യരോട് മുന്നറിയിപ്പുകളെ കുറിച്ച് സംസാരിച്ച സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. കേട്ടോളൂ, ഖുർആൻ ചോദിച്ച ചോദ്യം, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു, ആ നാട്ടിലെ മനുഷ്യര്, ആ ഗ്രാമത്തിലെ മനുഷ്യര് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഏകനായ റബ്ബിൽ, അവന്റെ താക്കീതുകളിൽ, അവന്റെ കൽപ്പനകളിൽ, അവന്റെ മുന്നറിയിപ്പുകളിൽ, അവന്റെ പ്രഖ്യാപനങ്ങളിൽ വേണ്ടതുപോലെ വിശ്വാസമർപ്പിച്ചിരുന്നുവെങ്കിൽ, എന്നിട്ട് വത്തഖൗ, അവർ സൂക്ഷ്മതയും പാലിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹു പറയാ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർളി, ആകാശത്തു നിന്ന് ഭൂമിയിൽ നിന്ന് അവന്റെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവർക്കും മേലെ ഞാൻ തുറന്നു കൊടുക്കുമായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, തഖ്വയുള്ളവരായി ജീവിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ എന്താ സംഭവിച്ചതെന്താ? ആദിന്റെ സമുദായത്തിന് സംഭവിച്ചതെന്താ? സമൂദ് ഗോത്രത്തിന് സംഭവിച്ചതെന്താ? മുൻഗാമികൾക്ക് സംഭവിച്ചതെന്താ? രാഷ്ട്രീയ പ്രഭുക്കന്മാരായി അറിയപ്പെട്ട നെപ്പോളിയന്മാർക്ക് സംഭവിച്ചതെന്താ? ഹിറ്റ്ലർമാർക്ക് സംഭവിച്ചതെന്താ? ഫറോവമാർക്ക് സംഭവിച്ചതെന്താ? ഖാറൂൻമാർക്ക് സംഭവിച്ചതെന്താ? ഖുർആന്റെ പ്രയോഗം ശ്രദ്ധിച്ചോളൂ. വലാകിൻ കദ്ദബൂ, അവർ കളവാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനം എന്തായി? ഫഅഖദിനാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തത് നിമിത്തം നാം അവരെ പിടികൂടുകയാണ് ചെയ്തത്. ഖുർആന്റെ പ്രയോഗം ഇനി കേട്ടോളൂ ബാക്കി. അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, മനുഷ്യലോകമേ, ഉറങ്ങിക്കിടക്കുമ്പോ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു പിടുത്തം, ഒരു പരീക്ഷണം, ഒരു ശിക്ഷ വരുന്നതിനെ തൊട്ടേ നിങ്ങൾ അവർ നിർഭയരായിരിക്കുകയാണോ? ഗുജറാത്തിന്റെ മണ്ണിൽ ഭൂകമ്പമുണ്ടായതപ്പെടാ 3 മണി കഴിഞ്ഞിട്ട്, ആളുകളൊക്കെ വീട്ടിലെത്തിയതപ്പെടാ 12 മണി കഴിഞ്ഞിട്ട്. ക്ഷീണിച്ചെല്ലാവരും ഉറങ്ങി. തൊഴുത്തിൽ ആലയിൽ കെട്ടിയിടാത്ത ആടുകളും നാക്കാലികളും രക്ഷപ്പെട്ടു. സാധാരണ മരത്തിൽ രാത്രി അടങ്ങിയിരിക്കുന്ന പക്ഷികൾ പോലും പാറാൻ തുടങ്ങി. പക്ഷേ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും വീട്ടിൽ വന്ന് 12 മണിക്ക് വന്ന് കുളിക്കേണ്ടവർ കുളിച്ച് അങ്ങനെ തന്നെ ബെഡിലേക്ക് വീണവർ, ക്ഷീണം കൊണ്ട് തളർന്നുറങ്ങിയവർ, സുഖനിദ്രയിൽ, വിളിച്ചാൽ പോലും ഉണരാത്ത ഉറക്കത്തിൽ 3 മണി കഴിഞ്ഞപ്പോ അതാ വരുന്ന ഗുജറാത്തിന്റെ മണ്ണിലേക്ക് അല്ലാഹുവിന്റെ പിടുത്തം ആ നാടിനെ പിടിച്ചു കുലുക്കുകയാണ്. അല്ലാഹു ചോദിക്കുക, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളെ ശിക്ഷ കൊണ്ട് നാം പിടികൂടുന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അതൊക്കെ തടയാൻ ഞങ്ങളുടെ കയ്യിൽ മാർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഭൗതികവാദികളെ ചോദിക്കുകയാണ് റബ്ബ്. നിങ്ങളുടെ കയ്യിൽ എന്ത് കോപ്പുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്ത് സൗകര്യമുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്ത് സംവിധാനമുണ്ട്? കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പക്ഷങ്ങളെയും ഞാൻ കുറ്റം പറയുന്നില്ല. വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും ഇനി BJP ആണെങ്കിലും ഈ നാട്ടിലേക്ക് വരുന്ന ദുരന്തം തടയാൻ നമ്മുടെ കയ്യിൽ എന്ത് സംവിധാനമുണ്ട്? ഇനി ഉണ്ടെന്ന് നാം വിശ്വസിച്ചാൽ ആ സംവിധാനങ്ങളെ മുഴുവനും മറികടത്തി ഒരു ശിക്ഷ തരാനാണ് പ്രപഞ്ചത്തിന്റെ നാഥന്റെ തീരുമാനമെങ്കിൽ കൈമലർത്തി നിസ്സഹായനായി നിൽക്കുകയല്ലാതെ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ എന്ത് സംവിധാനമുണ്ട്? അതാ ഞാൻ പറഞ്ഞത്. ലക്ഷക്കണക്കിന് ആളുകളോട്, അമേരിക്കക്കാരോട് അമേരിക്ക പറയുന്നു സ്ഥലം വിട്ടോളൂ, തടുക്കാൻ കഴിയില്ല. നമുക്ക് കഴിയോ?
ഒരു മതില്, മലപ്പുറം ജില്ലയിൽ ഒരു മതില് പൊളിഞ്ഞു വീണിട്ട് 4 JCB 8 മണിക്കൂർ പൊളിഞ്ഞു കിടക്കുന്ന മതിലിനിടയിലൂടെ ഞാൻ ഓർക്കുന്നു ആ പേര്, പാപ്പച്ചൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, 4 ആളല്ല. പാപ്പച്ചൻ പറയും, ഞങ്ങൾ കുറെ ആളുണ്ട് ഉള്ളില്, ഒരു വലിയ മതില പൊളിഞ്ഞു വീണത്. 8 മണിക്കൂർ രക്ഷാപ്രവർത്തനം. അവസാനത്തെ മണിക്കൂർ വരെ പാപ്പച്ചൻ പറയാ, പെട്ടെന്ന് രക്ഷപ്പെടുത്തി, ഞങ്ങൾ ഉള്ളിലുണ്ട്. ഞാൻ മാത്രമല്ല, അവസാനം പാപ്പച്ചൻ പറഞ്ഞ വാക്കാ, പത്രത്തിന്റെ താളുകളിൽ ആദ്യത്തെ വരി, ഈ കല്ലിന്റെ വടവിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു തരൂ, മരിക്കുന്ന നേരത്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ടെങ്കിലും മരിക്കട്ടെ. ഒരു മതില് പൊളിഞ്ഞു വീണിട്ട് 4 JCB ആ സമയത്ത് ഓൺ ദി സ്പോട്ടിൽ ഉണ്ടായിട്ട്, ആയിരക്കണക്കിന് മനുഷ്യർ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിട്ട് മനുഷ്യൻ കൈമലർത്തി. ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പറയൂ മനുഷ്യരെ, പറയൂ, നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാ നേരത്തെ പറഞ്ഞത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പനം, ഭൂമി അതിന്റെ വിറക്കൽ, ഭൂമി അതിന്റെ തരിപ്പ്, ആ പ്രകമ്പനം പ്രകമ്പിച്ചാൽ, ആ ഭൂമി അതിന്റെ ഭാരം പുറത്തേക്ക് തള്ളിയാൽ മനുഷ്യൻ ചോദിക്കും, എന്തു പറ്റി ഭൂമിക്ക്? ആ മുട്ടിയിലക്കുന്ന ശബ്ദം മനുഷ്യന്റെ കർണപുടങ്ങളിൽ ചെന്നടിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലത്തല്ല, ലോകത്തിന്റെ എവിടെയുള്ളവരും, രാത്രിയാവട്ടെ പകലാവട്ടെ, ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യരും ഒരേ ടൈമിൽ അവിടെ കർണപുടങ്ങളിൽ ആഞ്ഞടിക്കുന്ന ഭീകരമായ ഘോരമായ ആ മുട്ടിയിലക്കുന്ന ശബ്ദം, അൽ ഖാരിഅ, അത് വന്നാൽ, അത് വരാനുണ്ട് എന്ന അറിയിപ്പാണ്. എന്ത്? തക്സുറുസ് സലാസീൽ. ഹദീസിൽ പറയാ, ഭൂകമ്പം ഇടക്കിടക്ക് തരുന്നത് വരാനിരിക്കുന്ന ലോകത്തെ മുഴുവനും കുലുക്കി കളയുന്ന, ലോകത്തിന്റെ അവസാന ദിവസത്തെ നിഷേധിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. അങ്ങാടികൾ കൂട്ടിമുട്ടുന്നത് ലോകം അവസാനത്തിലേക്കുള്ള മുന്നറിയിപ്പാണ്. പ്രവാചകൻ പറഞ്ഞതാണ്. മാർക്കറ്റുകൾ സ്ത്രീകൾ കൈയടക്കുന്നത് ലോകം അവസാനിക്കുന്നതിന്റെ മുന്നറിയിപ്പാണ്. പള്ളികൾ ഇഷ്ടം പോലെ വരുന്നു, സർവ്വ പള്ളികളും കാലിയായിക്കൊണ്ടിരിക്കുന്നു. ലോകാവസാനത്തിലേക്കുള്ള മുന്നറിയിപ്പുകളാണ്. ഫുട്പാത്തിൽ വ്യഭിചാരം നടക്കും, ആളുകൾ എടുത്തു ചാടിപ്പോകും, ആരും മിണ്ടുന്നില്ല. എന്റെ മകളല്ല, എന്റെ ഭാര്യയല്ല, എന്റെ അമ്മയല്ല, ആരും സർവ്വ മനുഷ്യരും നെവർ മൈൻഡ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ചില മനുഷ്യർ പറയും, എടോ സുഹൃത്തെ, വ്യഭിചരിക്കുകയാണെങ്കിൽ ഈ ഫുട്പാത്ത് നിന്നൊന്നും മാറി ആ ബിൽഡിംഗിന്റെ പിറകുവശത്തേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്ന അബൂബക്കർ, അന്ന് ജീവിച്ചിരിക്കുന്ന ഉമറാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിലേക്ക് അടുപ്പിക്കുന്ന അടയാളമാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ നാടിന്റെ സാംസ്കാരിക സംഘടനകളുടെയും മഹലിന്റെയും ഭാരവാഹികൾ, നാട്ടിലേറ്റവും വൃത്തികെട്ട മനുഷ്യന്മാർ പ്രസിഡന്റ് ആവുന്ന, നാട്ടിലേറ്റവും മോശപ്പെട്ടവർ സെക്രട്ടറി ആകുന്ന, ആളുകൾക്കറിയാം അയാൾ യോഗ്യനല്ല, ആളുകൾക്കറിയാം അയാൾ അർഹനല്ല, പക്ഷേ അയാളെ എതിർക്കാൻ അവകാശമില്ലാത്തവനായി പേടിയുണ്ട്, ഭീഷണി കൊണ്ട് എതിർത്താൽ പലതും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചു നിൽക്കുന്ന കാലം വന്നാൽ, നിസ്കരിക്കാത്തവൻ പ്രസിഡന്റ് ആകുന്ന, നമസ്കരിക്കാത്തവൻ സെക്രട്ടറി ആകുന്ന, പള്ളിയിലേക്ക് എന്തെങ്കിലും വരുന്ന പണക്കാരൻ ഭാരവാഹിയായി വരുന്ന കാലം വന്നാൽ അത് ലോകാവസാനത്തിലേക്കുള്ള മുന്നറിയിപ്പാണെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. സംഭവിക്കുന്നുണ്ടോ? മുസ്ലിങ്ങളുടെ ചോദിക്കുന്നത് ഉണ്ടോ? സംഭവിക്കുന്നുണ്ടോ? അല്ലേ? എങ്ങനെ നമുക്ക് നിർഭയരായി കിടക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടവരെ ആശങ്ക ഉള്ളവരായിട്ടല്ലാതെ ജീവിക്കാൻ കഴിയും? അങ്കിലാപ്പിലല്ലാതെ ജീവിക്കാൻ കഴിയും? എങ്ങനെ നമുക്ക് നിർഭയത്വത്തിന്റെ ലോകത്ത് ജീവിക്കാൻ കഴിയും? ഈ ആയത്തിൽ അല്ലാഹു തആല തുടർന്നും ചോദിക്കുകയാണ്. ഇനി അതല്ല, രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമല്ല, അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹാ. നടല്ല പറഞ്ഞ വാക്കെന്താരോ, വഹും യൽഅബൂൻ. ഇനി അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവർക്ക് മീതെ അള്ളാഹുവിന്റെ ശിക്ഷ പരീക്ഷണം വരുന്നതിനെ തൊട്ട് അവർ നിർഭയരായിരിക്കുകയാണോ?
ലോകത്ത് നടന്ന ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂമി കുലുക്കങ്ങളും ഒക്കെ പരിശോധിച്ചോ? അധികവും നടന്നത് ഏത് സമയത്താണെന്ന് പരിശോധിച്ചോളൂ. ഞാൻ സംസാരിക്കുന്ന ഈ മാസത്തെ ഞാൻ ഒരിക്കലും അവഗണിക്കുന്നില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ലോകമെന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മാസമാണ്. പക്ഷേ ഭൂകമ്പങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോ ലോകത്ത് നടന്ന സർവ്വ ഭൂകമ്പങ്ങളുടെയും ലിസ്റ്റുകൾ എടുത്ത് ഒന്ന് നെറ്റിൽ കയറി അറിയപ്പെട്ട ഭൂകമ്പങ്ങളൊക്കെ നടന്ന മാസം ഒന്ന് പരിശോധിച്ചാൽ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അത് ഡിസംബർ ആണ്. എന്തുകൊണ്ട്? കാരണങ്ങൾ പലതുണ്ടാവാം. മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് ഞാൻ ഒരു ആശങ്ക നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കട്ടെ. യേശുക്രിസ്തു എന്ന് പറയുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വസിക്കാത്തവന് മുസ്ലിം ആകാൻ കഴിയില്ല. ക്രിസ്ത്യാനികളായ ആരെങ്കിലും ഒരാൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? സാധ്യത കുറവായിരിക്കാം. ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കൂ. മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളാരും ആ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. കാരണം നിങ്ങൾ ആ നബിയിൽ വിശ്വസിക്കുന്നില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ അവകാശമാണ്. നമുക്കതിനെ എതിർക്കാൻ അധികാരമില്ല. കറക്റ്റ്. പക്ഷേ നിങ്ങളുടെ നാവിൽ നിന്ന് യേശുക്രിസ്തു ഈസാ നബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സദസ്സിലുണ്ടെങ്കിൽ, ഞങ്ങൾ ആ പരിസരത്തുണ്ടെങ്കിൽ, ഞങ്ങൾ അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കും. അത് ഞങ്ങളോട് ദൈവം പറഞ്ഞ വാക്കാണ്. ഒരു നബിയോടും നിങ്ങൾ വ്യത്യാസം കാട്ടാൻ പാടില്ല. ദൈവദൂതന്മാരോട് ഒരിക്കലും നിങ്ങൾ വ്യത്യാസം കാട്ടാൻ പാടില്ല. അത് മുസ്ലിമിന്റെ പ്രതിജ്ഞാവാചകമാണ്. ഒരു പ്രവാചകനോട് വ്യത്യാസം കാണിക്കാൻ പാടില്ല. ഇനി മുസ്ലിങ്ങളുടെ ഒന്ന് പറയട്ടെ. മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ഇപ്പതാ ഈ സമയത്ത് ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പോവുക? എന്തേ ആഘോഷിക്കാത്തത്? നബിമാരുടെ ജന്മദിനം ആഘോഷിക്കൽ പുണ്യമാണെങ്കിൽ ഈസാ നബിയുടെ ജന്മദിനത്തിന് എന്തിനാ വ്യത്യാസം കാണിക്കുന്നത്? ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണ്ടേ? ഖുർആനിന്റെ വാചകമല്ലേ. ഒരു നബിമാരോടും വ്യത്യാസം കാട്ടാൻ പാടില്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആനിലോ ഹദീസിലോ പ്രമാണത്തിലോ രേഖയുണ്ടെങ്കിൽ നബിമാരോട് വ്യത്യാസം കാണിക്കാൻ പാടില്ലാത്ത നമ്മൾ യേശുക്രിസ്തുവിന്റെ ജന്മദിനമാകുന്ന ക്രിസ്തുമസ് ആഘോഷിക്കണ്ടേ? എന്തേ ആഘോഷിക്കാത്തത്? അതിന് പ്രമാണത്തിൽ രേഖയില്ല അല്ലേ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന് ഖുർആനിൽ രേഖയില്ല, ഹദീസിൽ പ്രമാണമില്ല, സഹാബത്തിന്റെ മാതൃകയില്ല, ആദ്യ നൂറ്റാണ്ടിൽ തെളിവില്ല, 2ൽ തെളിവില്ല, 3ൽ തെളിവില്ല. നിൽക്കട്ടെ, എന്റെ വിഷയം അതല്ല. സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ്. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുർആനിലെ 3-1 ഈ സൂറത്ത് ഖുർആനിലെ 3-1. അല്ലാഹു ഏകനാണ്. അവൻ ആരെയും ആശ്രയിക്കാൻ ഒരിക്കലും ആവശ്യമില്ലാത്തവനാണ്, നിരാശ്രയനാണ്. അവൻ ജനിച്ചവനല്ല, അവന് ഒരു സന്താനം ജനിച്ചിട്ടുമില്ല, അവന് തുല്യനായി ആരും തന്നെയില്ല. ഇതാ മുസ്ലിമിന്റെ വിശ്വാസം. പ്രമാണം കൊണ്ടുള്ള വിശ്വാസമാണ്. ശരി. എന്നാൽ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അവർക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട്. അത് അവർക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ആ വിശ്വാസം തെറ്റാണ് എന്ന് പറയാൻ ഈ രാജ്യത്തൊരു മുസൽമാൻ അവകാശമുണ്ട്. യേശുക്രിസ്തു കുരിശിലേറി സർവ്വ മനുഷ്യരുടെയും പാപമേറ്റെടുത്ത് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, കുരിശിലേറി മരണപ്പെട്ടു പോയി എന്ന് പാവപ്പെട്ട ക്രിസ്ത്യാനികൾ പറയുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ വാചകം ഇല്ല. ആ പ്രവാചകൻ അവർ കൊന്നിട്ടില്ല. ആ പ്രവാചകൻ അവർ ക്രൂശിച്ചിട്ടുമില്ല. കുരിശിലേറ്റാൻ യേശുക്രിസ്തുവിനെ കിട്ടിയിട്ടില്ല. ഖുർആൻ പറയുന്നു അവർക്ക് യേശുക്രിസ്തുവിനെ കൊല്ലാനും കിട്ടിയിട്ടില്ല. ഖുർആൻ പറയുന്നു അത് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം ഒരു മുസൽമാനുണ്ട്. മറിച്ച് മഹാനായ പ്രവാചകനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. വിശ്വസിക്കുന്നു. ഇനിയും തിരിച്ചു വരാനിരിക്കുന്നു. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു പ്രവാചകൻ വീണ്ടും വരും. അതാരാ? മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഖുർആനിലെ 19-ാം അധ്യായത്തിന്റെ പേര് മറിയം. തൊട്ടിൽ വെച്ച് സംസാരിച്ചത് ഖുർആൻ പറയുന്നു.
കളിയാക്കിയവർക്കുള്ള മറുപടി കൊടുക്കുന്നു. ഖുർആൻ സംസാരിക്കുന്നു. മറിയമിന്റെ ചാരിത്ര ശുദ്ധിയെ കളിയാക്കി പറഞ്ഞവരോട് തൊട്ടിൽ വെച്ച് മറുപടി കൊടുത്ത്, കിടക്കുന്ന മലന്ന് കിടക്കാൻ മാത്രമറിയുന്ന പ്രായത്തിൽ മറുപടി കൊടുത്ത്, ഞാൻ അല്ലാഹുവിന്റെ അടിമയും പ്രവാചകനുമാണ് എന്ന പ്രത്യുത്തരം നൽകി അത്ഭുതം സൃഷ്ടിക്കുന്നു മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ദൈവപുത്രനാണ്, ദൈവത്തിനൊരു സന്താനമുണ്ടെന്ന് പറയുന്നത് അള്ളാഹുവിന് തീരെ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. ലോകത്തിലെ മെജോറിറ്റി ക്രിസ്ത്യാനികളാണ്. അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു, അതവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ട് 600 കൊല്ലം മുമ്പ് വന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുന്ന് അങ്ങോട്ട് നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള സർവ്വ പ്രവാചകന്മാർ, ആദ്യത്തെ മനുഷ്യനും പിതാവും ആദ്യത്തെ പ്രവാചകനുമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള സർവ്വ പ്രവാചകന്മാരും മനുഷ്യന്മാരും ഒരേ സ്വരത്തിൽ പഠിപ്പിച്ച ആ മഹാശക്തിയുണ്ടല്ലോ, ആ ദൈവം അല്ലാഹു, അവന് തീരെ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് അവന് സന്താനമുണ്ടെന്ന വാദം. ആ വാദം കൊണ്ട് ഡിസംബറിനെ അല്ലാഹു തആല പരീക്ഷിക്കുന്നുണ്ടോ എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഈ ശബ്ദം കേട്ട ഏതെങ്കിലും ക്രൈസ്തവരുണ്ടെങ്കിൽ ആ വാദം കൊണ്ട് ഈ മാസത്തിൽ അല്ലാഹു തആല പരീക്ഷണങ്ങൾ തരുന്നുണ്ടോ എന്ന ഒരു ചിന്ത ഹൃദയത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അല്ലാഹു തആല പറയുന്ന മറ്റൊരു വാക്ക് ശ്രദ്ധിച്ചോളൂ. അല്ലാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായിരിക്കുകയാണോ? തടുക്കാൻ കഴിയില്ലട്ടോ. നമ്മുടെ നാട് ജലത്തിൽ മുങ്ങിയപ്പോ തന്റെ മുതുക് കാണിച്ചു കൊടുത്ത്, പേരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല, പ്രഗ്നന്റായ പെണ്ണിന് തോണിയിലേക്ക് വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാതെ വന്നപ്പോ, തോണിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാതെ വന്നപ്പോ തന്റെ മുതുക് ഒരു സ്റ്റെപ്പാക്കി നിർത്തിക്കൊടുത്ത് സ്ത്രീകളോടും ആളുകളോടും ഇതിൽ ചവിട്ടി നിങ്ങൾ വള്ളത്തിലേക്ക് തോണിയിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ മനുഷ്യത്വത്തിന്റെ, മുറുഇയത്തിന്റെ, ഹ്യൂമാനിറ്റിയുടെ, ഏറ്റവും മൃദുലതയുടെ, ഏറ്റവും വലിയ സിമ്പതിയുടെ, അനുകമ്പയുടെ, ആർദ്രതയുടെ, അലിവിന്റെ, സഹോദര്യത്തിന്റെ ഉദാഹരണമായി പത്രം മാധ്യമങ്ങൾ എടുത്തു കാണിച്ച മനുഷ്യന്മാരുണ്ടായിരുന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെയുണ്ട്. ചാനൽ അഭിമുഖത്തിൽ പറയാ, ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പോകുമ്പോ വലിയ മലമ്പാമ്പ് കുഞ്ഞിന്റെ അടുത്തുണ്ടായപ്പോ തട്ടിമാറ്റിയിട്ടാണ് ഞങ്ങൾ ആ കുഞ്ഞിനെയും എടുത്തു വരുന്നത്. ഏറെ സഹിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരുണ്ട്. ശ്ലാഘിക്കുന്നു നാം അവരെ എല്ലാവരെയും, അഭിനന്ദിക്കുന്നു നാം സർവ്വ മനുഷ്യരും അവരെ എല്ലാവരെയും. പക്ഷേ ഒരു സ്കൂളിന്റെ വരാന്തയിലേക്ക് അഭയം തേടേണ്ടി വന്നപ്പോ, ഒരു ക്ലാസ് മുറിയിലേക്ക് അഭയം തേടേണ്ടി വന്നപ്പോ, വർഗീയതയുടെ സർവ്വ ചുഴയുള്ള വിയർപ്പുകളും മാറ്റി നിർത്തി, രക്തങ്ങൾ മാറ്റി നിർത്തി, ഒരേ ക്ലാസ് റൂമിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും മതമുള്ളവനും ഇല്ലാത്തവനും വന്ന് അവിടെ വെച്ച് വിളമ്പിയ കഞ്ഞി ഒരേ പാത്രത്തിൽ നിന്ന് കോരി കുടിച്ചപ്പോ ഉണ്ടായ സ്നേഹമുണ്ടല്ലോ, ഉണ്ടായ ആർദ്രതയുണ്ടല്ലോ, ഉണ്ടായ സാഹോദര്യമുണ്ടായല്ലോ. സുഹൃത്തുക്കളെ, ഇനിയും കേരളത്തിന്റെ മണ്ണിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക് അടുത്ത ഒരു ജലപ്രളയം വരാൻ, അടുത്തൊരു ഭൂകമ്പം വരാൻ, അടുത്തൊരു പരീക്ഷണം വരേണ്ടി വരുമോ? നമ്മുടെ സ്നേഹം ഇനിയും കൂട്ടിയിണക്കാൻ എല്ലാ വർഗീയതയും അവസാനിച്ചു. അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി. ഖുർആന്റെ പ്രയോഗം മനോഹരമാണ്. യാ യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചത് മിൻ ദക്കരിൻ വ ഉൻസ, ഒരൊറ്റ ആണിൽ നിന്നാ, ഒരൊറ്റ പെണ്ണിൽ നിന്നാ. മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഈ മനുഷ്യരുടെ ഒക്കെ ഉപ്പ ഉമ്മ, അതിന്റെ ഉപ്പ അതിന്റെ ഉമ്മ ചെന്നാൽ ക്രിസ്ത്യാനിയുടെ, ഹിന്ദുവിന്റെ, ജൈനന്റെ, ബുദ്ധന്റെ, മുസൽമാന്റെ സർവരുടെയും ഉമ്മ ഹവ്വ, വാപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങളെ ഗോത്രങ്ങളാക്കിയത്, നിങ്ങളെ വർഗങ്ങളാക്കിയത്, നിങ്ങളെ വർണ്ണങ്ങളാക്കിയത് ഔന്നത്യത്തിന് വേണ്ടിയല്ല, ലിതഅറഫു, തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്കിടയിൽ സ്ഥാനമുള്ളത് കോടീശ്വരന്മാർക്കല്ല, ശരീരം വെളുത്തവർക്കല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഹൈറ്റ് ഉള്ളവർക്കല്ല,
രാഷ്ട്രീയ പ്രമുഖന്മാർക്കല്ല, രാജ്യത്തിന്റെ മന്ത്രി കസേരയിരിക്കുന്നവർക്കല്ല, രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നവർക്കല്ല, സാമ്പത്തിക ഭദ്രതയുടെ പടുകോട്ടയിൽ ഇരിക്കുന്നവർക്കല്ല. ആർക്കാ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. കറുത്തവരിൽ കറുത്തവനാണെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവഭക്തി കൊണ്ട്, പടച്ചവനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയുടെ ലോകത്തിരിക്കുന്നവർക്കാണ് എന്റെ കോടതിയിലെത്തുമ്പോ മഹനീയമായ സ്ഥാനമെന്ന് ലോകരക്ഷിതാവായ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പല തന്ത്രങ്ങളും മനുഷ്യർക്കിടയിൽ ഉണ്ടാവാം, പല കുതന്ത്രങ്ങളും മനുഷ്യർക്കിടയിൽ ഉണ്ടാവാം. അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായിരിക്കുകയാണോ നിങ്ങൾ? അല്ലാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖസിറൂൻ. അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് നിർഭയനായിരിക്കാൻ നഷ്ടകാരികളായ മനുഷ്യർക്കല്ലാതെ സാധ്യമല്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ചിന്ത, ഒരാലോചന. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ദാ നമ്മുടെ ശത്രു പിശാചിനെ കരുതിയിരിക്കുക. മനുഷ്യർക്കിടയിൽ ചിത്രതയുണ്ടാക്കുന്ന മനുഷ്യ പിശാചുക്കളെ കരുതിയിരിക്കുക. പോരാ, ഏറ്റവും നല്ല ശുദ്ധിയുള്ള ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഏത് ഘടകങ്ങളെയും, അത് മദ്യമാവാം, മയക്കുമരുന്നാവാം, കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു ശറാബിൻ അസ്കറ ഫഹുവ ഹറാം, അതൊക്കെ മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നുള്ളതാണ്. അത് ലഹരി കുറച്ചാവാം, കൂടുതലാവാം, അളവ് കുറവാകാം, കൂടുതലാവാം, മത്ത് പിടിക്കുന്നതാവാം, മത്ത് അല്പം പിടിക്കാത്തതാവാം, ഒന്നും നമുക്ക് പാടില്ലാത്തതാണ്. അത് സർവ്വ തിന്മകളുടെയും മാതാവാണ്. ഉമ്മുൽ ഖബായിസ് എന്നാണ് പ്രവാചകൻ പ്രയോഗിച്ചത്. ഇത് പിശാച് നിങ്ങളുടെ മനസ്സിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ്. വ്യഭിചാരം, കള്ള്, ഈ രണ്ട് സ്വഭാവമുള്ളവർ നാളെ കൊലപാതകത്തിലേക്ക് എത്തിപ്പെടും, അരുംകൊലയിലേക്ക് എത്തിപ്പെടും. കള്ള സ്വഭാവമുള്ളവർ ഒരു അരപ്പവന് സ്വർണത്തിന് വേണ്ടി ഒരു കുഞ്ഞിന്റെ ജീവൻ ചിലപ്പോ കളഞ്ഞെന്നു വരും. കാരണം അവന്റെ കൂട്ടാളി പിശാചാണ്. അവൻ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അന്ധത നടിച്ച് മാറി നിന്നവനാണ്. അവൻ അള്ളാഹുവിനെ ഓർക്കാത്തവനാണ്. അവന്റെ ഹൃദയത്തിലേക്ക് പേടി, ഒരിക്കലും പാരത്രിക ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തവനാണ്. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നവനാണ്. വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്തവനാണ്. 5 നേരം നമസ്കരിക്കുന്ന റബ്ബിനെ ഭയപ്പെടുന്ന മുസൽമാന്റെ ജീവിതത്തിലേക്ക് പോലും ഈ പിശാച് കയറി വരാൻ ശ്രമിക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് ഷിർക്കിൽ കൊണ്ടാണ്. ഷിർക്കിലേക്ക് ഒരു മനുഷ്യനെ കിട്ടുന്നില്ലെന്ന് കണ്ടാൽ പിന്നെ രണ്ടാമത് വരുന്ന ബിദ്അത്തിലേക്കാണ്. ബിദ്അത്തിലേക്ക് മനുഷ്യനെ കിട്ടുന്നില്ലെന്ന് കണ്ടാൽ മൂന്നാമത് വരുന്ന ഹറാമിലേക്കാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ അവനെ കൊണ്ടുപോയി നരകത്തിന്റെ ആളാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് പ്രിയപ്പെട്ടവരെ ആര് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? പിശാച് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഗൗരവത്തോടു കൂടി ചിന്തിക്കുക. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ലോകം വലുതല്ല. എന്റെ ശബ്ദം കേട്ടവരെ, ഈ ലോകം വലുതല്ല. വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. അമുസ്ലിങ്ങളെ, ഈ ലോകത്തെ നമുക്ക് തന്നവനാണ് നമ്മുടെ രക്ഷിതാവ്. എനിക്ക് ജീവൻ, നിങ്ങൾക്ക് ജീവൻ തന്നവനാണ് രക്ഷിതാവ്. ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ചെന്നപ്പോ മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ഫിറഔൻ ചോദിച്ച ചോദ്യമുണ്ട്. എന്തായിരുന്നത്? ഫമൻ റബ്ബുക്കുമാ യാ മൂസാ, ആരാ മൂസ നിങ്ങളുടെ റബ്ബ്? മൂസാ നബിയും അന്ന് കൊടുത്ത മറുപടി, ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിനെങ്ങനെ ജീവിക്കണമെന്ന മാർഗനിർദ്ദേശം നൽകിയവൻ ആരോ അവനാണ് റബ്ബ്. വിശദീകരിക്കാൻ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഫിറൗനോട് ചോദിക്കാനുണ്ടായ ഒരു ചോദ്യം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ചിന്തിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ പറയുന്നതൊക്കെയാണ് തൗഹീദെങ്കിൽ, നിങ്ങൾ പറയുന്നതൊക്കെയാണ് ബിദ്അത്തെങ്കിൽ, നിങ്ങൾ പറയുന്നതൊക്കെയാണ് ഹറാമെങ്കിൽ, ഇതൊക്കെയാണ് ജീവിതത്തിൽ ഗൗരവമായി കാണേണ്ട ഭാഗമെങ്കിൽ ഞങ്ങളുടെ വല്ലിപ്പമാരവസ്ഥ എന്താണ്? ഞങ്ങളുടെ വല്യമ്മമാരവസ്ഥ എന്താണ്? തൗഹീദും ശിർക്കൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കേണ്ട ഭാഗമാണ്. ഇന്നലെയോ അല്ലെങ്കിൽ വരുന്ന ശബ്ദങ്ങളിലൊക്കെ അതുണ്ടാവാം. സുഹൃത്തുക്കളെ, അവിടെ ഫിറഔൻ ചോദിച്ച ഒരു ചോദ്യം മാത്രം ഞാൻ പറയുകയാണ്. ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിറഔൻ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ ഈ പറയുന്നതൊക്കെയാണ് ശരിയെങ്കിൽ ഞങ്ങളുടെ വാപ്പമാരുടെ അവസ്ഥ എന്താണ്? എന്താ ചോദിച്ചത്? ഞങ്ങളുടെ വല്ലിപ്പമാരുടെ അവസ്ഥ എന്താണ്? ആ മറുപടിയാണ് ഈ ചോദ്യം ആര് ചോദിച്ചാലും കൊടുക്കേണ്ടത്. മൂസാ നബി മറുപടി കൊടുത്തു. ഖാല ഇൽമുഹാ
അതിനെക്കുറിച്ചുള്ള അറിവ് ഇൻദ റബ്ബി, എന്റെ റബ്ബിന്റെ പക്കലാണ്, എന്റെ റബ്ബിന്റെ പക്കലാണ്. ഫി കിതാബ് ലാ യളില്ലു റബ്ബി വലാ യൻസാ. അല്ലാഹ്ക്ക് പഴക്കൂല കേട്ടോ ഫിറഔനെ, അല്ലാഹ്ക്ക് മറക്കൂല ഫിറഔനെ. അള്ളതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് അവന്റെ പക്കലാണ്. വല്ലിപ്പമാരെ കുറിച്ച് പറഞ്ഞ്, വല്ലിമ്മമാരെ കുറിച്ച് പറഞ്ഞ്, മുൻഗാമികളായ ഉപ്പാപ്പമാരെ കുറിച്ച് സങ്കടപ്പെട്ട് നിങ്ങൾ സമയം കളയണ്ട. അതൊക്കെ അള്ളാഹുവിന്റെ റിക്കാർഡിലുണ്ട്. അള്ളാഹ് തീരുമാനമെടുത്തുകൊള്ളും. നമ്മൾ വെപ്രാളപ്പെടേണ്ടതില്ല എന്നാണ് ആര് ഫിർഔനിന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുത്തത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, താക്കീതുകളും മുന്നറിയിപ്പുകളും ഒക്കെ കൊടുക്കുമ്പോ ആളുകൾക്ക് പല കുതന്ത്രപരമായ ചോദ്യങ്ങളും ഉണ്ടാകും. ബുദ്ധിജീവികൾക്കുണ്ടാകും, അല്ലാത്തവർക്കുണ്ടാകും, ഭൗതികവാദികൾക്കുണ്ടാകും, മുസ്ലിങ്ങളായി പ്രിയപ്പെട്ടവരെ മനുഷ്യലോകത്തിന് ഉപദേശം കൊടുക്കുന്നവർക്കുണ്ടാകും. ഒരിക്കലും അള്ളാഹുവിന്റെ വഹദാനിയത്വം മറന്ന് ഞാനും നിങ്ങളും ജീവിച്ചു പോകരുത്. മുൻഗാമികളായ പ്രവാചകന്മാരോട് അല്ലാഹു തആല കൊട്ടാരത്തിലേക്ക് അയച്ച് അവിടെ വെച്ച് ചോദിച്ച ചോദ്യമാണ് ഞാനും നിങ്ങളും കേട്ടത്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അവരെ കുറിച്ചൊന്നും നമ്മൾ ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല. അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യമാണ്. അവന് പിഴക്കുകയില്ല, അവന് മറക്കുകയില്ല. നാളെ ഞാനും നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ ഞങ്ങൾക്കിതൊന്നും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സങ്കടമായി പോയി എന്ന് പറയുന്ന ഒരു ഘട്ടത്തെ കുറിച്ച് ഖുർആനിന്റെ ഒരു വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. വഖാലു, മനുഷ്യലോകം പറയുന്ന വാക്കാണത്. ലൗ കുന്നാ നസ്മഉ, ലൗ കുന്നാ നസ്മഉ. ഈ മഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് ശബ്ദം കേട്ട് മടങ്ങുന്നവരെ, മുസ്ലിങ്ങളെ അമുസ്ലിങ്ങളെ, നാളെ റബ്ബിന്റെ കോടതിയിൽ, ഇവിടുത്തെ കോടതിയല്ല, നീതിനിഷ്ഠമായ കോടതി, നീതിപൂർവമായ കോടതി, ഒരു തരിമ്പ് പോലും അനീതിയില്ലാത്ത കോടതി, ആ കോടതിയിൽ വെച്ച് ലൗ കുന്നാ നസ്മഉ, അവിടെ വെച്ച് പറയാ, ഞങ്ങളത് കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ അങ്ങ് ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഒരിക്കലും ഞങ്ങൾ കിടക്കേണ്ടി വരുമായിരുന്നില്ല. അത് മരണാനന്തരം പടച്ചവന്റെ കോടതിയിൽ, ദൈവത്തിന്റെ കോടതിയിൽ, വിരാട് പുരുഷന്റെ കോടതിയിൽ, ഹിരണ്യഗർഭന്റെ കോടതിയിൽ, പലരും ആ ഭാഷ പ്രയോഗിക്കുന്നു. അല്ലാഹുവിന്റെ കോടതിയിൽ, ആ കോടതിയിൽ വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഈ വാക്ക് പ്രയോഗിച്ചത് കൊണ്ട് യാതൊരു പ്രയോഗവും, യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഒരു മനുഷ്യനും ഉദർ പറയാതിരിക്കാൻ, കാരണം പറയാതിരിക്കാൻ ലോകത്തിന്റെ മുന്നിലേക്ക് താക്കീതുകാരന്മാരെ, മുന്നറിയിപ്പ് അറിയിക്കുന്നവരെ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരെ അല്ലാഹു തആല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ഒരാൾക്കും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയാൻ പടച്ചവന്റെ കോടതിയിൽ ചാൻസ് ഇല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മുസ്ലിങ്ങളെ, ആപത്ത് വരുമ്പോ, ജലപ്രളയം വരുമ്പോ, ദുരിതം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, പർവ്വതം പൊട്ടിപ്പിളരുമ്പോ, അഗ്നിപർവ്വതം ഉണ്ടാകുമ്പോ, സ്ഫോടനം ഉണ്ടാകുമ്പോ അല്ലാഹ് എന്ന് വിളിക്കുന്ന അവസ്ഥ മുൻഗാമികൾക്കുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ മരണപ്പെട്ട് കിടക്കുന്ന ഇറാഖിന്റെ ബാഗ്ദാദിലെ മുഹ്ദി ശൈഖിനെ 1000 വട്ടം വിളിച്ചുകൊണ്ട് ഒരു കുതുബിയത്ത് നടത്തിക്കോ എന്ന് ഈ ജലപ്രളയമുണ്ടായ സമയത്ത് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും ഒക്കെ വിശ്വാസപരമായി എത്രത്തോളം താഴെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ അക്രമികളുടെ സ്വഭാവമായി പറഞ്ഞത് എന്താണെന്നറിയോ? വഇദാ മസ്സൽ ഇൻസാന ളുർറു, മനുഷ്യനൊരു ദുരിതം വന്നാൽ, അല്ലാഹു പറയാ, മനുഷ്യനൊരു ബുദ്ധിമുട്ട് വന്നാൽ, മനുഷ്യനൊരു പ്രയാസം വന്നാൽ, മനുഷ്യനൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇടങ്ങേറുണ്ടായാൽ, അല്ലാഹു പറയുകയാണ് ദആനാ, ദആനാ, അവർ നമ്മെ വിളിക്കും അവൻ. എന്നിട്ടോ എങ്ങനെ വിളിക്കും? ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമൻ, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും, കിടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടും അല്ലാഹനെ വിളിക്കും. എന്നാൽ ആ ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്താലോ, ഫലമ്മാ കശഫിനാ അൻഹു ളുർറഹ്, ആ ബുദ്ധിമുട്ടവനിൽ നിന്ന് നീക്കിക്കൊടുത്തു കഴിഞ്ഞാൽ, ആ ബുദ്ധിമുട്ടവനിൽ നിന്ന് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ, മർറക അല്ലം യദ്ഉനാ ഇലാ ളുർരി മസ്സഹ്, ഒരു പ്രയാസത്തിന് വേണ്ടി അല്ലാഹുവിനെ വിളിക്കാത്തവനെ പോലെ അവന്റെ ജീവിതം മുന്നോട്ട് നീങ്ങും. കേട്ടിട്ടേ ഇല്ലവൻ, ഒരു ദുരിതം അറിഞ്ഞിട്ടില്ലവൻ, ഒരു പ്രയാസം അനുഭവിച്ചിട്ടില്ലവൻ. ഇതൊക്കെ മനുഷ്യന്റെ ദുസ്വഭാവമാണ് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമല്ല അല്ലാഹുവിനെ വിളിക്കേണ്ടത്. നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നതും അവനാണ്. ബുദ്ധിമുട്ടുകൾ വരുത്താതിരിക്കുവാൻ
പ്രാർത്ഥന നടത്തേണ്ടതും അവനാണ്. സർവ്വ ദുആകളും അവനോടാണ്. അതുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് വ്യത്യസ്തമായ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റിത പോലെയുള്ള കാറ്റ്, കത്രീന പോലെയുള്ള കാറ്റ്, അല്ലേ, വ്യത്യസ്ത പേരിട്ട് വിളിച്ച പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോ ലോകം പേടിച്ചു പറച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ചിന്തിക്കുക. ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വരാതിരിക്കാൻ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളെ എല്ലാം ഞാൻ എണ്ണി പറഞ്ഞിട്ടില്ല, അല്പം ചിലത് മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ മനസ്സിലാക്കിയതിൽ ഗൗരവമുള്ള കാര്യമാകുന്ന ശിർക്കിന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ, ഹറാമിന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ, ബിദ്അത്തിന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ, എന്റെ കാരണം കൊണ്ടൊരു ഛിദ്രതയില്ലാതിരിക്കാൻ, എന്റെ കാരണം കൊണ്ട് സമൂഹത്തിനൊന്നാകെ ഒരു നഷ്ടമുണ്ടാവാതിരിക്കാൻ ഞാൻ എന്ത് ശ്രദ്ധയാണ് പാലിക്കേണ്ടത് എന്ന് ഗൗരവപൂർവ്വം ഓർത്ത് ജീവിതത്തെ ധന്യമാക്കുവാൻ ശ്രദ്ധിക്കണേ എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പാകെ ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം ഉമ്മത്തിനോട് ഞാൻ കേട്ടത്, ഞാൻ പഠിച്ചത്, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ചിന്തിച്ചത് ഈ കാരണവന്മാരിൽ നിന്നാണ്, ഈ പണ്ഡിതന്മാരിൽ നിന്നാണ്, ഈ ഉസ്താദുമാരിൽ നിന്നാണ്. ഇവർ ഞങ്ങളെ ചതിക്കുകയില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്, ഇവർ ഞങ്ങളെ വഞ്ചിക്കുകയില്ല എന്നാണ് ഞങ്ങൾ കരുതിയത് എന്ന് മനസ്സിലാക്കി നാളെ പരലോകത്ത് ചെന്ന് നിൽക്കുമ്പോ ഇനി ഒരു രക്ഷയുമില്ല എന്ന് കാണുമ്പോ അവിടെ വെച്ച് മനുഷ്യൻ പറയുന്ന വാക്കുണ്ട്, അല്ലാഹുവേ റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദബ്, ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ഞങ്ങളെ ചതിച്ച പണ്ഡിതന്മാർക്ക്, ഞങ്ങളെ ചതിച്ച കാരണവന്മാർക്ക്, ഞങ്ങളെ ചതിച്ച മേലാധികാരികൾക്ക്, ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ പ്രമുഖന്മാർക്ക് റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദബ്, ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽ അൻഹും ലഅനൻ കബീറാ, ശപിക്കണേ അല്ലാഹ് അവരെ, ശപിക്കണേ അല്ലാഹ് അവരെ. അവിടെ വെച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ മറുപടി എന്താരോ, നിങ്ങൾക്കുമുണ്ട് ഇരട്ടി, അവർക്കുമുണ്ട് ഇരട്ടി. അവർക്കും കാതുണ്ടായിരുന്നു, നിങ്ങൾക്കും ഉണ്ടായിരുന്നു കാത്. അവർക്ക് കണ്ണുണ്ടായിരുന്നു, നിങ്ങൾക്കും കണ്ണുണ്ടായിരുന്നു. അവർക്ക് ഹൃദയമുള്ളതുപോലെ നിങ്ങൾക്കും ഹൃദയമുണ്ടായിരുന്നു. ചിന്തിക്കാമായിരുന്നു, പഠിക്കാമായിരുന്നു, ആലോചിക്കാമായിരുന്നു. അന്ധമായ ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആരാ നിങ്ങളോട് പറഞ്ഞത്? പകലെണീറ്റ് നിന്നിട്ട് അർദ്ധരാത്രിയാണെന്ന് പറഞ്ഞാൽ അതങ്ങ് തൊണ്ട തട്ടാതെ വിഴുങ്ങാൻ ആരാ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്കുമുണ്ട് ഇരട്ടി, നിങ്ങളെ ചതിച്ചവർക്കുമുണ്ട് ഇരട്ടി എന്ന മറുപടി പറഞ്ഞ് അള്ളാഹുവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നവരെ നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്ന ആ മോശമായ അവസ്ഥയിൽ നിന്ന് സർവശക്തനായ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇനി നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചിന്തിക്കുവാനും ആലോചിക്കുവാനും എന്റെ ഈ കൊച്ചു സംസാരത്തിലൂടെ വകുപ്പുകൾ ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ച്, അഭിലഷിച്ച്, മോഹിച്ച്, പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പണ്ഡിതന്മാരായി അറിയപ്പെടുന്നവർ, ഉസ്താദുമാരായി അറിയപ്പെടുന്നവർ, ഈ പള്ളി മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, ഓരോ നാട്ടിലും സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ചിന്തിക്കണേ, നമ്മളെ കാരണം കൊണ്ട് ഒരു സമൂഹം തിന്മയിലേക്ക്, ദലാലത്തിലേക്ക്, വഴികേടിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക്, അനാചാരങ്ങളിലേക്ക്, അക്രമങ്ങളിലേക്ക്, വേണ്ടാവൃത്തികളിലേക്ക് നടന്നു പോകരുത്. നമ്മുടെ കാരണം കൊണ്ട് നാളെ പരലോകത്ത് നമുക്കെതിരെ വിരൽ നീട്ടുന്നൊരവസ്ഥ ഒരിക്കലും അല്ലാഹു ഇല്ലാതാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള പണ്ഡിതന്മാർ ചെയ്യേണ്ടത്, അവർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. പഠിച്ചവരും പഠിക്കാത്തവരും ഒരുപോലെയില്ല. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞത് വെറുതെയില്ല. അതുകൊണ്ട് പഠിച്ചവർ കൂടുതൽ ഉത്തരം പറയേണ്ടി വരും, പഠിച്ചവർ കൂടുതൽ ഉത്തരം പറയേണ്ടി വരും. അന്ധവിശ്വാസത്തിലൂടെ ആളുകളെ റൂട്ട് തെറ്റിച്ചു കൊണ്ടുപോകുന്നവരാണെങ്കിലും, അനാചാരത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ വർഗീയതയിലേക്ക് കൊണ്ടുപോകുന്നവരാണെങ്കിലും മറുപടി പറയേണ്ടി വരുമെന്ന ബോധം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവട്ടെ. ഈ ലോകത്ത് നിന്ന് എന്റെ കൂടെ പഠിച്ചവർ ഒരുപാട് പേർ പോയിട്ടുണ്ട്. അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ യാത്ര പോകാൻ നിർബന്ധിതനായവനാണ് ഞാൻ. എന്റെ മകന് ആദ്യമായി ഗൾഫിലേക്ക് പോകുമ്പോ കാലിക്കറ്റ് എയർപോർട്ടിലോ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ എവിടെയാകട്ടെ അവിടെ ചെന്ന് യാത്രയാക്കി വരുമ്പോ ഏതെങ്കിലും ഒരു പേപ്പറിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ യാത്ര തടസ്സപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ ദാ മലക്കുൽ മൗത്തിനെ മഞ്ചേരിയിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ല.
ഷിഹാബിന്റെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഈ ഇരിക്കുന്നവരുടെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എന്റെ ഭാര്യ മരിച്ചതിന്റെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാവാം. ഞാനും അവളും ഒരുമിച്ചുറങ്ങുമ്പോ എന്റെ ഭാര്യയുടെ റൂഹ് പിടിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അവൾ വിറക്കുന്നുണ്ട്, അവൾ പിടക്കുന്നുണ്ട്, അവൾ വേദനിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അല്ലേ? ഉമ്മയുടെ മരണത്തിന്റെ പിറ്റേ ദിവസം ഉപ്പയുടെ മരണം. പ്രിയപ്പെട്ടവരെ, അങ്ങാടിയിൽ ലോഡിംഗ് തൊഴിലിൽ ഏർപ്പെട്ടവൻ വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ ചെന്ന് തിരിച്ചു വരാതെ കാണുമ്പോ അന്വേഷിക്കുമ്പോ മരിച്ചു എന്ന വിവരം കിട്ടുന്നത്, ആരോഗ്യ ദൃഢഗാത്രന്മാർ സദസ്സിൽ തളർന്നു വീണ് മരിക്കുന്നത്. സുഹൃത്തുക്കളെ, അപകടത്തിൽപ്പെട്ട് റോഡിന്റെ ഓരങ്ങളിൽ ബൈക്കിൽ നിന്ന് വീണ് റോഡിൽ തലയടിച്ച് ചോര വാർന്നൊലിക്കുമ്പോ നമസ്കരിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നാളെ പരലോകമെന്ന് പറയുന്ന കോടതിയിൽ ആദ്യത്തെ ചോദ്യം, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ചോദ്യം, മുസ്ലിം ചെറുപ്പക്കാരെ, നമസ്കാരത്തെ കുറിച്ചാണ്. അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അനിൽ മാഹ്, കുടിവെള്ളത്തെ കുറിച്ചാണെന്ന് മുഹമ്മദ് മുസ്തഫ. വലിയ വലിയ താക്കീതുകളാ കേട്ടോ. നിസ്കാരത്തെ കുറിച്ച് ആദ്യത്തെ ചോദ്യം. അത് ശരിയാകാത്ത മുസ്ലിം ചെറുപ്പക്കാരുണ്ടോ? ഇനിയും ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ, പഠിച്ചോളൂ, മനസ്സിലാക്കിക്കൊള്ളൂ. അങ്ങോട്ട് വിരൽ ചൂണ്ടുമ്പോ എന്റെ നെഞ്ചിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വിരലുകളെ കുറിച്ച് ആലോചിച്ച്, യാത്ര പോയ ഗൾഫ് അനുഭവങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ, 6 കാലുള്ള ഒരു വാഹനം എന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച്, കല്യാണ ദിവസം കാറിലേക്ക് കയറാൻ എനിക്ക് സ്വന്തം അറിയാം, ഡോറ് തുറക്കാൻ അറിയാം. എന്റെ ഡോറ് തുറന്നു തരാൻ കൂട്ടുകാർ വന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോ, എന്റെ വസ്ത്രത്തിലേക്ക് അത്തർ പൂശിത്തരാൻ എന്റെ കൂട്ടുകാരന്മാർ അതാ ധൃതിപ്പെട്ട് പണിയെടുക്കുന്നത് കണ്ട സന്തോഷം, എന്റെ മടിയറയാകുന്ന ബെഡ്റൂമിൽ എല്ലാം അണിച്ചൊരുക്കാൻ എന്റെ കൂട്ടുകാരന്മാർ വന്നത്, എന്റെ ഷൂവിന്റെ വള്ളി കെട്ടാൻ എനിക്കറിയാത്തത് കൊണ്ടല്ല, എന്റെ കൂട്ടുകാരന്മാർ അത് കെട്ടിത്തന്നത്. അല്ലേ സുഹൃത്തുക്കളെ? എനിക്ക് കാർ ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഞങ്ങൾ ഓടിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് കൂട്ടുകാരന്മാർ ഏറ്റെടുത്തത്. ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ അതുപോലെ 6 കാലുള്ളൊരു വാഹനം മുറ്റത്ത് വന്ന് നിർത്തി നീ മൗനമായി കിടക്കുമ്പോ, അന്ന് കൂക്കുവിളികളാണെങ്കിൽ ഒച്ചപ്പാടുകളില്ലാതെ 6 കാലുള്ള വാഹനത്തിലേക്ക് 3 വെളുത്ത തുണിയിൽ സുഗന്ധമൊക്കെ ഉപയോഗിച്ച് നിന്നെ കിടത്തി പൊതിഞ്ഞ് 3 കെട്ടും കെട്ടി 6 കാലുള്ള വാഹനത്തിലേക്ക് വെച്ച് നിന്റെ പള്ളിക്കാട്ടിലേക്ക് ദുഃഖസാന്ദ്രമായി കൊണ്ടുപോകുന്ന ഒരു യാത്രയുടെ ദിവസത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ യുവാക്കളെ? നെകളിപ്പ് കാണിക്കാൻ കഴിയില്ല, നെകളിപ്പ് കാണിക്കാൻ കഴിയില്ല, പൂങ്ക് കാണിക്കാൻ കഴിയില്ല. അങ്ങാടിയിൽ ഇറങ്ങി കാബൂളിവാല ട്രൗസർ മണിഞ്ഞ് തുണിയൊക്കെ ഒന്ന് കയറ്റിക്കുത്തി ഞാനടാ എന്ന വെല്ലുവിളിയൊക്കെ നടത്തുമ്പോ 6 കാലുള്ള വാഹനത്തിൽ 6 അടി മണ്ണിലേക്കുള്ള യാത്രയെ കുറിച്ച് ഓർക്കുന്ന യുവാവേ, നീ DYFI കാരനാവാം, നീ KSU-കാരനാവാം, നീ MSF കാരനാവാം, നീ ഏത് രാഷ്ട്രീയത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആളാവാം, ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ഏത് യുവ പ്രസ്ഥാനത്തിന്റെ ആളാവാം. നിന്റെ മുട്ടി ചുരുട്ടി വായു വിളറിഞ്ഞ് നീ വിളിക്കുന്ന മുദ്രാവാക്യമൊന്നും നിന്റെ 6 അടി മണ്ണിലേക്ക് പോകുമ്പോ നിന്റെ കൂടെ വരാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതാകയും ഉണ്ടാവില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആർജവങ്ങളും ഉണ്ടാവില്ല. ഒറ്റക്ക് കിടക്കണം. നീ എവിടെ? ഒറ്റക്ക് കിടക്കണം. ആ ഓർമ്മയുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തട്ടെ. റബ്ബ് ഈ സംസാരം സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.